Hi all, welcome back to Xylem Learning. Abdullah sir ആണ്. എല്ലാ മക്കൾക്കും ഓഡിയബിൾ ആണ്, വിസിബിൾ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇലക്ടോറൽ പൊളിറ്റിക്സ് എന്നതാണ് നമ്മുടെ ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്റർ ഒറ്റ ലൈവിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകണം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് മക്കൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ഈ ഒരു ലൈവിലേക്ക് എത്തിക്കാം മക്കളെ. അതുപോലെ തന്നെ വന്ന ഉടനെ പോയി ലൈക്ക് അടിച്ചോളി കേട്ടോ. ഓക്കെ, വന്ന ഉടനെ പോയിട്ട് മക്കൾ എന്ത് ചെയ്തോളി, ലൈക്ക് അടിച്ചോളി. എല്ലാവരും സെറ്റാണെന്ന് വിചാരിക്കുന്നുണ്ട്, എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. റെഡിയല്ലേ? ഓക്കെ ആണല്ലേ? ഓക്കെ സാർ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എപ്പോൾ തുടങ്ങുമെന്ന് വെച്ച് ഞാൻ റിപ്ലൈ തന്നു അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും മക്കൾ സെറ്റാണ്, ഓക്കെയാണ്, റെഡി ആയിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. മാക്സിമം ചങ്ങായിമാരിലേക്ക് എന്ത് ചെയ്യുക, ലൈവിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ഇലക്ടോറൽ പൊളിറ്റിക്സ് എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ഇലക്ടോറൽ പൊളിറ്റിക്സ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം, ഫിനിഷ് ചെയ്യണം. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഒന്നും കൂടി പവർഫുൾ ആവട്ടെ. നമ്മുടെ മക്കളൊക്കെ എത്തി തുടങ്ങുന്നുണ്ട്. സാർ നിഞ്ച ടീമൊക്കെ എത്തിയല്ലേ? ആയിഷ, യെസ്. ഓക്കെ, എല്ലാ മക്കൾക്കും ഹായ് ട്ടാ. ഓക്കെ, പേര് ഹായ് തരുമെന്ന് ചോദിച്ചു, പക്ഷേ പേര് എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. റെയിൽസിനസ്, ഓക്കെ, പേര് എനിക്ക് ഫുള്ളായിട്ട് വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വളരെ ലേറ്റ് ആക്കുന്നില്ല. ബിക്കോസ് നമ്മളിപ്പോൾ തന്നെ ഒരു 2 മിനിറ്റ്സ് ലേറ്റ് ഒന്നും ആയിട്ടില്ല. ഓക്കെ, എനിവേ നമ്മൾ എന്ത് ചെയ്യുക, ലേറ്റ് ആക്കണ്ട അല്ലേ, വെറുതെ നമ്മൾ എന്ത് ചെയ്യേണ്ട. നമുക്കിത് എന്തായാലും ഒരു 1+1.5 hours ഞാൻ പറയുന്നില്ല, എന്തായാലും 1+ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ടൈം എടുക്കും. അപ്പോൾ എന്തായാലും മക്കൾക്ക് കുറച്ച് സമയമൊക്കെ നമ്മൾ വെറുതെ തള്ളി മറിക്കാതെ നേരെ ടോപ്പിക്കിലേക്ക് പോയാൽ നമുക്ക് മാക്സിമം പെട്ടെന്ന് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. അതാണ് മക്കൾക്കും ഇഷ്ടം അല്ലേ? യെസ്. മെൻറ്റ് വാറൊക്കെ നമ്മൾ എടുക്കും മക്കളെ, മെൻറ്റ് വാറൊക്കെ ഉണ്ടാവും കേട്ടോ, വൈകാതെ തന്നെ ഉണ്ടാവും. യെസ്. ഹായ് ദേവൂസ്. യെസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എത്തിയില്ല? യെസ്. അപ്പോൾ ഇലക്ടോറൽ പൊളിറ്റിക്സ് എന്നുള്ള ചാപ്റ്ററുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇലക്ടോറൽ പൊളിറ്റിക്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, എന്താണ് ഇലക്ഷൻ സിസ്റ്റം എന്നുള്ളതും, എന്താണ് ഇലക്ഷൻസിന് ഇമ്പോർട്ടൻസ് എന്നുള്ളതും, എന്താണ് അതിൻ്റെ ഡ്രോബാക്സ് എന്നുള്ളതും, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇലക്ഷൻ സിസ്റ്റം എന്താണ് എന്നുള്ളതും, എങ്ങനെയാണ് ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് എന്നുള്ളതും, നിങ്ങളൊരു വോട്ട് ചെയ്യാൻ നിങ്ങളെ പ്രാപ്തമാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു വോട്ടർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്. ഫസ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, എല്ലാവരും പവർഫുൾ ആയിട്ട് ഷെയർ ഒക്കെ ചെയ്തിട്ടുണ്ട്, സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, യെസ്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സാറേ ഞങ്ങൾ ഷെയർ ചെയ്തു, ഞങ്ങൾ സ്റ്റാറ്റസ് ഇട്ടു എന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. ഓക്കെ, 100+ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, എന്തായാലും മക്കൾ എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ 84 ആണ് നമ്മുടെ കൗണ്ട് എന്ന് പറയുന്നത്, 100+ ആവുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 84 ആണ് നമ്മുടെ ലൈവ് കൗണ്ട് എങ്കിലും 29 ആണ് നമ്മുടെ ലൈക്ക് കൗണ്ട്. അതെന്നെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, നിഞ്ച ബെസ്റ്റ് ടീംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയുന്നത് വൈ ഇലക്ഷൻസ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. വൈ ഇലക്ഷൻസ്? ഓക്കെ, democratic principles state that people are the real rulers of the country, so people have the option to govern the country directly without elections. നമുക്ക് കാണാൻ പറ്റും, ഡെമോക്രസി എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്, പീപ്പിൾസ് ഓൺ ഗവൺമെൻറ് ആണ്. അവിടെ പീപ്പിൾസ് ഡയറക്റ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഗവേൺ ചെയ്യാൻ പറ്റും. വിതൗട്ട് ഇലക്ഷൻ പീപ്പിൾസ് ഡയറക്റ്റ് ആയിട്ടും ഗവേൺ ചെയ്യാൻ പറ്റും. ബട്ട് ഇൻ ദ മോഡേൺ ടൈം നമ്മളെപ്പോലുള്ള വലിയ രാജ്യങ്ങൾക്ക്, ഇന്ത്യ പോലുള്ള വലിയ രാജ്യങ്ങൾക്ക് എന്ത് പോസിബിൾ അല്ല. യെസ്, ഡയറക്റ്റ് റൂൾ എന്ന് പറയുന്നത്, ഡയറക്റ്റ് ഗവേണിംഗ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, യെറ്റ് വി നീഡ് ഇലക്ഷൻസ്. ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് ഈസ് അവർ ലാർജ് കമ്മ്യൂണിറ്റി. പെർഹാപ്സ് ഡയറക്റ്റ് റൂൾ ഓഫ് പീപ്പിൾ ഈസ് പോസിബിൾ ഇൻ സ്മോൾ കമ്മ്യൂണിറ്റീസ് ബട്ട് നോട്ട് ഇൻ ദ വാസ്റ്റ് കൺട്രി ലൈക്ക് ഇന്ത്യ. ദെർഫോർ വി കൺസിഡർ ഇലക്ഷൻ എസെൻഷ്യൽ ഫോർ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. അതുകൊണ്ട് തന്നെ നമ്മുടെ പോലുള്ള വലിയ രാജ്യങ്ങളായതുകൊണ്ട് തന്നെ, നമ്മുടെ ഇന്ത്യ പോലുള്ള വലിയ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഡയറക്റ്റ് ഇലക്ഷൻ പോസിബിൾ അല്ല. ബിക്കോസ് അത്രയും എന്താ പറയുക, ഒരു സ്മോളർ സൊസൈറ്റിയിൽ മാത്രമേ എന്ത് പോസിബിൾ ആവുന്നുള്ളൂ, ഡയറക്റ്റ് എന്താ പറയുക, ഡെമോക്രസി പോസിബിൾ ആവുന്നുള്ളൂ. ജനങ്ങൾ നേരിട്ട് വരിക എന്ന് പറയുന്നത് വലിയ രാജ്യങ്ങൾ എന്തല്ല, സാധ്യമല്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഓരോ ആളുകളും, ഇന്ത്യയിലെ ഓരോ ആളുകളും പറയുകയാണ് എസ് വി ആർ ദ റൂളേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണെങ്കിൽ അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നമുക്ക് എന്താണ്, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ് നമുക്ക് പറ്റുന്നത് അല്ലേ. ഇവിടെ പോസിബിൾ ആവുന്ന എന്താണ്, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. എങ്ങനെയാണ് മക്കൾ ഇവിടെ പോസിബിൾ ആവുന്നത്? യെസ്, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി മീൻസ് നമുക്ക് വേണ്ടി ഒരാളെ ഇലക്ട് ചെയ്യും, നമുക്ക് വേണ്ടി ഇലക്ഷൻ ത്രൂ ഒരാളെ സെലക്ട് ചെയ്യും, അയാളായിരിക്കും നമുക്ക് വേണ്ടി ഗവേൺ ചെയ്യുക. അതാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ എന്താണ് പോസിബിൾ ആവുന്നത്? യെസ്, ജെ ഗെയിംസ്റ്റർ, ഐ ആം ഫൈൻ.
ഫൈൻ, മക്കൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ പോലുള്ള വലിയ രാജ്യങ്ങളിൽ, ഇന്ത്യ പോലുള്ള ബിഗ് യൂണിറ്റ്സ് മാത്രമല്ല, ഇൻ ദ കണ്ടംപററി സൊസൈറ്റിയിൽ, മോഡേൺ വേൾഡിൽ മോസ്റ്റ് ഓഫ് ദ നാഷൻസ് ഫോളോഡ് ബൈ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ജനങ്ങൾക്ക് വേണ്ടി, പീപ്പിൾസ് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? ഒരു റെപ്രസെൻറ്റേറ്റീവ്സിനെ സെലക്ട് ചെയ്യാമെന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നിവിടെ പറയുന്നുണ്ട്, ഇനി നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വൈ ആർ ഇലക്ഷൻസ് നെസസറി ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി? എന്താണ് ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഇലക്ഷൻസ് നെസസറി ആവുന്നത്? ദെൻ വൈ കാൻ പീപ്പിൾ ഗവേൺ ഡയറക്ട്ലി ഇൻ എ ലാർജ് കൺട്രി ലൈക്ക് ഇന്ത്യ? ഇന്ത്യ പോലുള്ള വലിയ കൺട്രീസിന് എന്തുകൊണ്ടാണ് പീപ്പിൾസിന് ഡയറക്റ്റ് ആയിട്ടും ഗവേൺ ചെയ്യാൻ പറ്റാത്തത്? ദെൻ സാർ പ്ലീസ് സേ മൈ നെയിം. ഹായ് ഹനാൻ. യെസ്. Okay, then what is the benefits of representative democracy? Why are elections essential? Is direct democracy is possible in large countries? These are the questions. Okay, important ആയിട്ടുള്ള questions. ഈ ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള questions. ബട്ട് നിങ്ങൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യെസ് നമ്മൾ ക്വസ്റ്റ്യനും ആൻസേഴ്സും പറഞ്ഞു പോകുന്നില്ല. ഈ ഓരോ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ തന്നെ മക്കൾക്ക് അതിൻ്റെ ഓരോ ആൻസേഴ്സ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ വൈ ആർ ഇലക്ഷൻസ് നെസസറി ഇൻ ഡെമോക്രാറ്റിക് കൺട്രി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഡെമോക്രാറ്റിക് കൺട്രി വിതൗട്ട് ഇലക്ഷൻസ് അവർക്ക് റെപ്രസെൻറ്റേറ്റീവ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഡയറക്റ്റ് ഇലക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഡയറക്റ്റ് ഇലക്ഷൻസ് സ്മോളർ സൊസൈറ്റിയിൽ മാത്രമേ പോസിബിൾ ആവുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യ പോലുള്ള ലാർജ് സൊസൈറ്റിയിലേക്ക് എന്ത് വേണം? ഇലക്ഷൻസ് വേണം. അതുകൊണ്ട് തന്നെ ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ എന്ത് മസ്റ്റാണ്? ഈ പറയുന്ന ഇലക്ഷൻസ് മസ്റ്റാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹായ് ബേസിയ. യെസ്. നെക്സ്റ്റ് നമുക്കിവിടെ വന്നിട്ടുള്ളത് വാട്ട് മേക്സ് ആൻ ഇലക്ഷൻ ഡെമോക്രാറ്റിക്? ഓക്കെ, വാട്ട് മേക്സ് ആൻ ഇലക്ഷൻ ഡെമോക്രാറ്റിക് എന്ന് നമുക്ക് നോക്കണം അല്ലേ? In the modern world, there is a trend of elections. Almost all countries hold elections through different ways. ഇപ്പോൾ മോഡേൺ വേൾഡിൽ എന്താണ് ഇലക്ഷൻ എന്ന് പറയുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും എല്ലാ കൺട്രീസിലും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇലക്ഷൻസ് ആണ് എന്ത് ചെയ്യുക മുമ്പോട്ട് വെക്കും നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങളാണെങ്കിൽ വൺ പാർട്ടി സിസ്റ്റമാണ്. അല്ലെങ്കിൽ ചില കൺട്രീസ് എന്ത് ചെയ്യുന്നു? ചില പൊളിറ്റിക്കൽ പാർട്ടീസിന് എന്ത് കൊടുക്കുന്നില്ല? ഇലക്ഷൻ മത്സരിക്കുക, അല്ലെങ്കിൽ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള എന്ത് കൊടുക്കുന്നില്ല? ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ 8ാം ക്ലാസ് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുന്നൊരു കാര്യം, ഡിഫറെൻറ്റ് വേസിലൂടെയാണ് ഡിഫറെൻറ്റ് കൺട്രീസ് ഇലക്ഷൻസ് എന്ത് ചെയ്യുന്നത്? കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. Hence, it is clear that any country holding elections cannot be counted as democratic. So here our question is, what minimum condition do we require for democratic elections? These conditions are നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ് ഇലക്ഷൻ ഡെമോക്രാറ്റിക് ആക്കുന്നത്? അല്ലെങ്കിൽ ഇലക്ഷൻ ത്രൂ എങ്ങനെയാണ് ഒരു ഡെമോക്രാറ്റിക് കൺട്രീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? അതിന് മിനിമം വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിന് നമ്മളിവിടെ നമ്പർ ഓഫ് പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് നോക്കുന്നത് 1 vote 1 value. ഓരോ വോട്ടിനും ഒരേ വാല്യൂ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഈക്വൽ ചോയ്സ് ആണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് കേട്ടോ. ഈക്വൽ ചോയ്സ് ഈസ് ഓക്കെ, ഈക്വൽ ചോയ്സ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജോസ്, എൻ്റെ പേര് അബ്ദുല്ല ബക്കർ എന്നാണ്. ഹായ് ഷസൂർ ആൻഡ് മുഹമ്മദ്. യെസ് എൻ്റെ പേര് അബ്ദുല്ല ബക്കർ എന്നാണ്. മക്കൾക്ക് എബിഡി എന്ന് വിളിക്കാം കേട്ടോ. യെസ്. ലൈക്ക് ഇപ്പോഴും കുറവാണ്. ലൈക്ക് അടിക്കാൻ മറന്നുപോയ മക്കളൊക്കെ എന്ത് ചെയ്യുക? ഓടിപ്പോയി ചാടിപ്പോയി ലൈക്ക് അടിക്കോളൂ. യെസ്. ലൈക്ക് അടിക്കാൻ ആരെങ്കിലും ലൈക്ക് അടിക്കാൻ വിട്ടുപോയാ എന്താ? നമ്മൾ ഇഷ്ടമല്ലായിരിക്കും. നമ്മളെ പെരുത്തി ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യുക? പോയിട്ട് ലൈക്ക് അടിക്കുക. ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് അടിക്കണ്ട. ഇഷ്ടപ്പെട്ട മക്കളൊക്കെ എന്ത് ചെയ്യുക? ലൈക്ക് അടിക്കട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം 1 vote 1 value. എവറി വൺ ഷുഡ് ബി ഈക്വലി ഏബിൾ ടു ചൂസ്. അതായത് ഇലക്ഷൻ ആണെങ്കിൽ ഡെമോക്രസി, നമ്മൾ ഈ പറഞ്ഞ ഇലക്ഷനിലൂടെ ഡെമോക്രസി എൻഷുർ ചെയ്യുന്നത് എങ്ങനെയാണ്? എല്ലാ ആളുകളുടെ വോട്ടിനും ഒരേ വാല്യൂ ആണ്. ഞാൻ വോട്ട് ചെയ്താലും അംബാനി വോട്ട് ചെയ്താലും ഒരേ വാല്യൂ ആണ്. ഞാൻ അംബാനി അല്ലേ, അത് ABD അല്ലേ എന്നുള്ള എന്തില്ല, ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഞാൻ വോട്ട് ചെയ്താലും ആര് വോട്ട് ചെയ്താലും ഈക്വൽ വാല്യൂ ആണ്, ഈക്വൽ ചോയ്സ് ആണ് എല്ലാ സിറ്റിസൺസിനും. ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, yes. Then political competition. Candidates should be free to contest elections and they should offer some real choice to the voters. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ, ദാറ്റ് മീൻസ് എന്ത് ചെയ്യണം? കാൻഡിഡേറ്റ്സിന് ഈസി ആയിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റണം? ഇലക്ഷന് കോൺടെസ്റ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ഇലക്ഷന് മത്സരിക്കണം തോന്നാണ്, എനിക്ക് ഇലക്ഷന് മത്സരിക്കണം തോന്നുകയാണെങ്കിൽ ഇലക്ഷനിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം. ബിക്കോസ് ഐ എം എൻ ഇന്ത്യൻ സിറ്റിസൺ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണം, ഇലക്ഷനിൽ കോൺടെസ്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഈ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റണം? ഫ്രീ ആയിട്ടും ഇലക്ഷന് മത്സരിക്കാനുള്ള എന്ത് കൊടുക്കണം? ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. എല്ലാ ആളുകൾക്കും ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെയോ യെസ്, അതുപോലെ തന്നെ വോട്ടേഴ്സിന് ഉണ്ടാവണം ഡിഫറെൻറ്റ് ചോയ്സസ് ഉണ്ടാവണം. വോട്ടേഴ്സിന് എന്തുണ്ടാവണം? ഡിഫറെൻറ്റ് ചോയ്സസ് ഉണ്ടാവണം. വോട്ടേഴ്സിന് ഫ്രീ എന്താ പറയുക? യെസ്, ഇവിടെ പറയുന്ന പോലെ തന്നെ
ചോയ്സ്, റിയൽ ചോയ്സ് ഉണ്ടാവണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാ കാൻഡിഡേറ്റ്സും ഒരേപോലെയുള്ള പോളിസീസ് മാത്രം വോട്ട് വെച്ചാൽ വോട്ടേഴ്സിന് എന്തില്ല, ചോയ്സസ് ഇല്ല. അപ്പോൾ വോട്ടേഴ്സിന് എന്ത് കിട്ടണം? യെസ്, ചോയ്സും കിട്ടണം, റിയൽ ചോയ്സും ഉണ്ടാവണം. ഓക്കെ, യെസ്. Azim Rishad, thank you. Okay, then regular elections. Choices should be of at regular interval. Regular intervals-ലൂടെ എന്ത് നടത്തണം? ഇലക്ഷൻസ് നടത്തണം. അല്ലാതെ ഒരാളെ സെലക്ട് ചെയ്താൽ അയാളെ എന്ത് ചെയ്യുക, ഇനി അയാൾ തന്നെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടി തന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് ഗവേൺ ചെയ്തോട്ടെ എന്ന് തീരുമാനിക്കരുത്. റെഗുലർ ഇൻ്റർവൽസിൽ എന്ത് കണ്ടക്ട് ചെയ്യണം? ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യണം. ഇന്ത്യ പോലുള്ള നാഷൻസ് ആണെങ്കിൽ ഓരോ 5 years കൂടുമ്പോഴും എന്തുണ്ടാവും? ഇലക്ഷൻസ് ഉണ്ടാവും. അതിലൂടെ നമുക്ക് എക്സിസ്റ്റിംഗ് ലീഡേഴ്സ് ഓക്കെ ആണെങ്കിൽ നമുക്ക് അവർക്ക് എന്ത് കൊടുക്കാം? വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം, അവരെ ഇലക്ട് ചെയ്യാം, അവരെ നെക്സ്റ്റ് റൂളറായിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അവർ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവരെ റിജക്റ്റ് ചെയ്യാം, അവരെ നമുക്ക് എന്ത് ചെയ്യാം? തോൽപ്പിക്കാനും പറ്റും. അങ്ങനെ എന്ത് കൊടുക്കണം? റെഗുലർ ഇൻ്റർവെൽസിലൂടെ പീപ്പിൾസിന് എന്ത് കൊടുക്കണം? ഒരു എക്സാമിനേഷൻ പോലെ പീപ്പിൾസിന് മുമ്പിൽ അവർക്ക് ഒരു എക്സാമിനേഷൻ അവർ ഫേസ് ചെയ്യാണ്. അപ്പോൾ അവർ ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക? പീപ്പിൾസിന് അവർ അപ്രൂവ് ചെയ്യുക. ഓക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അവരെ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാനുള്ള അവസരം ആർക്ക് കൊടുക്കണം? പീപ്പിൾസിന് കൊടുക്കണം. അപ്പോൾ റെഗുലർ ഇൻ്റർവെൽസിലൂടെ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യണം. പിന്നെയോ preferred candidates, the candidates preferred by the people should get elected. ആരാണോ ജനങ്ങൾ തീരുമാനിക്കുന്നത്, ജനങ്ങൾ പ്രിഫർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആരാണോ അവരെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? യെസ്, അവരെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ജയിപ്പിക്കേണ്ടത്. അതായത് എങ്ങനെയാണ് ഇലക്ഷൻ ഡെമോക്രാറ്റിക് ആവുന്നത് എന്നാണ് ചോദ്യത്തിൻ്റെ ആൻസറാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്. പീപ്പിൾ ഷുഡ് ഹാവ് ഫ്രീഡം ടു ചൂസ് അക്കോർഡിംഗ് ടു ദെയർ ഓൺ വിഷസ്. ഇറ്റ് മീൻസ് നോ യൂസ് ഓഫ് അൺഫെയർ മീൻസ്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് പീപ്പിൾസിന് എന്ത് കിട്ടണം? ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻസ് കിട്ടണം. അതായത് പീപ്പിൾസിൻ്റെ എന്താണ് അവരുടെ ഡിസയർ, അവർക്ക് ചൂസ് ചെയ്യാനുള്ള എന്ത് കൊടുക്കണം? ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. അല്ലാതെ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് എന്ത് വാങ്ങാൻ പാടില്ല? വോട്ട് വാങ്ങാൻ പാടില്ല. അല്ലെങ്കിൽ എന്താ പറയുക, അതർ ആക്ടിവിറ്റീസിലൂടെ, അൺഫെയർ ആക്ടിവിറ്റീസിലൂടെ എന്ത് ചെയ്യാൻ പാടില്ല? വോട്ട് വാങ്ങാൻ പാടില്ല. ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ഷൻ ഡെമോക്രാറ്റിക് ആക്കാൻ പറ്റും. ഓക്കെ, ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ഷൻ ഡെമോക്രാറ്റിക് ആക്കാൻ പറ്റും. ഓക്കെ, യെസ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ ദ എസെൻഷ്യൽ കണ്ടീഷൻസ് ഫോർ ഡെമോക്രാറ്റിക് ഇലക്ഷൻസ് ആൻഡ് വൈ ആർ ദേ ഇമ്പോർട്ടൻറ്റ്? ഹൗ ഡസ് ദ പ്രിൻസിപ്പിൾ ഓഫ് വൺ വോട്ട് വൺ വാല്യൂ കോൺട്രിബ്യൂട്ട് ടു ഡെമോക്രാറ്റിക് ഇലക്ഷൻസ്? വാട്ട് റോൾ ഡസ് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻസ് പ്ലേ എൻഷുറിംഗ് ഡെമോക്രാറ്റിക് ഇലക്ഷൻസ്? ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു 5-6 സ്ലൈഡ് എടുത്തു മക്കളെ. 5-6 സ്ലൈഡ് ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് 100+ ആക്കുക. ലൈക്ക് 100ലേക്ക് എന്ത് ചെയ്യുക? എത്തിക്കുക. സാർ ഒരു സോങ് പാടുമോ? സോങ് ഇല്ല മക്കളെ, സോങ് ഇല്ല. ഞാനൊരു സോങ്ങിയാൽ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യില്ല? യെസ് ഐ ആം സിങ് എ സോങ് എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ എന്ത് ചെയ്യാണ്? സിങ് എ സോങ്. ഞാനൊരു പാട്ട് പാടിച്ചാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? അതിനിട്ട് അലക്കാനല്ലേ? ഓക്കെ, സെറ്റാണ്. ഓക്കെ ആണെങ്കിൽ ഒരു ഫയർ ഇട്ടോടി. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ലൈക്കും അങ്ങോട്ട് അടിക്കുക. ലൈക്ക് അടിക്കാൻ വിട്ടുപോയിട്ടുള്ള എൻ്റെ മുത്തുമണികളൊക്കെ എന്ത് ചെയ്യുക? ഒരു ലൈക്കും അങ്ങോട്ട് അടിക്കുക. സെറ്റാണ്. ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു ഫയർ അങ്ങോട്ട് ഇട്ട് സാർ സോങ് പാടോ. ഡാൻസ് കളിക്കോ? ഞാൻ നിർത്തിയില്ല, ഡാൻസൊക്കെ നിർത്തിയിട്ട് കുറച്ച് വർഷമായി. യെസ്, ഓക്കെ ആണോ? സെറ്റാണോ? റെഡിയാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്ക് നോക്കാം. ഈസ് ഇറ്റ് ഗുഡ് ടു ഹാവ് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ നല്ലതാണോ എന്നാണ് ചോദിക്കുന്നത് മക്കളെ. നിങ്ങൾക്ക് പല ആളുകൾക്കും ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ടാവും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലേ? അപ്പോൾ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഗുഡ് ഓർ ബാഡ് എന്നുള്ള ചോദ്യം. അപ്പോൾ ഞാനൊക്കെ ഇലക്ഷൻ മത്സരിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ നിങ്ങൾക്ക് കഥയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ? ഞാനൊക്കെ എന്താ പറയുക, പഠിക്കുന്ന കാലത്തൊക്കെ കുറേ ഇലക്ഷൻ മത്സരിച്ചിട്ടുള്ളതാണ്, കുറേ ഇലക്ഷൻ മത്സരിച്ച് കുറേ തോറ്റിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ മത്സരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ, ഞാൻ പറഞ്ഞതായിരിക്കും മേ ബി, ഡിഗ്രി ഫസ്റ്റ് ഇയർ ഇലക്ഷൻ മത്സരിച്ചു, പൊട്ടിപ്പോയി. സെക്കൻഡ് ഇയർ ഇലക്ഷൻ മത്സരിച്ചു, തോറ്റുപോയി. തേർഡ് ഇയർ ഇലക്ഷൻ മത്സരിച്ചു, 8 നിലയിൽ പൊട്ടി. ഇങ്ങനെ 3 വർഷം ആ കോളേജിൽ ഒരാൾ എന്ത് ചെയ്തിട്ടുള്ളൂ? 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ഷൻ മത്സരിച്ച് തോറ്റിട്ടുള്ളൂ. അത് ഞാൻ മാത്രമാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ +1 ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചിരുന്നു. അതിന് PG ഫൈനൽ ഇയർ ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചിരുന്നു കേട്ടോ. അപ്പോൾ തോറ്റ ചരിത്രം മാത്രമല്ല, എനിക്ക് ജയിക്കാനും അറിയാം. അപ്പോൾ എന്ത് ചെയ്യാണ്? യെസ്, അപ്പോൾ ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എന്താ പറയുക, ഞാൻ അന്ന് ജയിച്ച് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഞാൻ ക്ലാസ് മക്കളോടൊക്കെ പറയാറുണ്ട്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടത് നല്ലൊരു മന്ത്രിയോ അല്ലെങ്കിൽ നല്ലൊരു മുഖ്യമന്ത്രിയോ നല്ലൊരു പ്രധാനമന്ത്രിയൊക്കെ ആയിരിക്കും. ഞാൻ ആ ഒരു ഫീൽഡിൽ നിന്ന് മാറി നിന്നു, ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ വന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങൾക്ക് ABD സാർ എന്ന് പറയുന്ന സുന്ദരനും സുമുഖനും അതിലുപരി എന്താ പറയുക നല്ലൊരു മാഷിനെ നിങ്ങൾക്ക് കിട്ടിയല്ലേ. അപ്പോൾ എല്ലാം നഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ ഇലക്ഷൻ മത്സരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ വലിയ പോസ്റ്റിലൊക്കെ ഉണ്ടാവുമായിരുന്നു. അതവിടെ നിൽക്കട്ടെ.
അപ്പോൾ ഇവിടെ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഇസ് ഇറ്റ് ഗുഡ് ടു ഹാവ് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ? പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ നല്ലതാണോ മോശമാണോ? പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഈസ് നെസസറി ബിക്കോസ് ഇഫ് ദർ ഇസ് നോ കോമ്പറ്റീഷൻ ഇലക്ഷൻ വിൽ ബിക്കം പോയിന്റ്ലെസ്. പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് നെസസറിയാണ്. ബിക്കോസ് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ ഇലക്ഷൻ എന്ന് പറയുന്നത് പോയിന്റ്ലെസ് ആണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇലക്ഷൻ ഉണ്ടോ മക്കളെ? ഇലക്ഷൻ ഉണ്ടോ മക്കളെ? ഇലക്ഷൻ ഉണ്ടോ? ഇല്ലല്ലേ. പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ ദർ ഇസ് നോ ഇലക്ഷൻ. ഇലക്ഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ വിതൗട്ട് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഇലക്ഷൻ ഈസ് നത്തിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ അതിൻ്റെ ഡിമെറിറ്റ്സും മെറിറ്റ്സും നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഹവർ വി കനോട്ട് സേ വെദർ ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഓർ നോട്ട്. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ബോത്ത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. അതുകൊണ്ട് നമുക്ക് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ബെറ്റർ ആണ് അല്ലെങ്കിൽ ഗുഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ബോത്ത് സൈഡും നമുക്കിവിടെ കാണാൻ പറ്റും. എന്തുണ്ട്? മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്. മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ പൊളിറ്റിക്കൽ കോമ്പറ്റീഷന് ഡിമെറിറ്റ്സ് ഉണ്ട്, മെറിറ്റ്സ് ഉണ്ട്. നമുക്ക് അതിലേക്ക് നോക്കാം. ഇന്ന ഉള്ളിൽ സങ്കടമുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ, നമ്മൾ നാളെയും കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ സാറിൻ്റെ മുടി കട്ട് ചെയ്തിട്ട് സാറിന് ബേജാറുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പഴയ മുടി സ്റ്റൈലൊക്കെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാം മക്കളെ? ഇപ്പോൾ ഇതന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, വേറെ വഴിയൊന്നുമില്ലല്ലോ. അപ്പോൾ മക്കൾ ക്ലാസ് ശ്രദ്ധിക്കട്ടെ. അതിൻ്റെ മുടിയല്ല, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. യെസ്. ഇനി ഡിമെറിറ്റ്സ് നമുക്ക് നോക്കാം. ഈ ഒരു പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ്റെ ഡിമെറിറ്റ്സ് നോക്കുന്ന സമയത്ത് ഇറ്റ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ഡിസ്യൂണിറ്റി ആൻഡ് ഫാക്ഷനലിസം. നമുക്കിവിടെ കാണാൻ പറ്റും. എന്ത് ഈ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? യെസ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മക്കളെ? ഡിസ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പീപ്പിൾസിനിടയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? ഞാനൊരു 150 ലൈക്ക് ആയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മുഴുനീള പാട്ട് പാടിത്തരും. സിംഗ് എ സോങ്. ഗോലാവരി 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 എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ടൊരു പാട്ടുണ്ടായിരുന്നു. അതൊക്കെ പാടിത്തരാം. പക്ഷേ എന്ത് ചെയ്യണം? 150 ലൈക്ക് ആവണം. ഓക്കെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മക്കളെ? യെസ്, ഇറ്റ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ഡിസ്യൂണിറ്റി ആൻഡ് ഫാക്ഷനലിസം. വിഭാഗീയത ഉണ്ടാക്കുന്നുണ്ട്. ആളുകൾക്കിടയിൽ നമ്മൾ, നിങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഐക്യമില്ലാതാക്കുന്നുണ്ട്, അനൈക്യം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് പോലെ തന്നെ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ എന്ത് മേക്ക് ചെയ്യുന്നുണ്ട്? പീപ്പിൾസിനിടയിൽ ഒരു സെൻസ് ഓഫ് ഡിസ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫാക്ഷനലിസം എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ലീഡേഴ്സ് ഓഫൻ ലെവൽ അലിഗേഷൻസ് എഗെയിൻസ്റ്റ് വൺ അനദർ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ ലീഡർ പറയുകയാണ് ഓം പെരുത്ത് കള്ളനാണ്, ഓം വലിയ കള്ളനാണ്, ഓൻ അതാക്കിയിട്ടുണ്ട് ഇതാക്കിയിട്ടെന്ന് പറയും. അപ്പുറത്തെ പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ നേതാവ് പറയും ഓനാണ് ഇതൊക്കെ ആക്കിയെന്ന് പറയും. ഇങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടാക്കും? കുറേയധികം അലിഗേഷൻസ്, കുറേയധികം ആരോപണങ്ങൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദർ ഇസ് ടെൻഡൻസി ടു യൂസ് ഡേർട്ടി ട്രിക്സ് ടു വിൻ ഇലക്ഷൻ. ഇലക്ഷന് ജയിക്കാൻ വേണ്ടി ഡേർട്ടി ട്രിക്സ് യൂസ് ചെയ്യും. ഇതൊക്കെ അതിൻ്റെ ഡിമെറിറ്റ്സ് ആണ്, ഇതൊക്കെ അതിൻ്റെ ഡ്രോബാക്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പൊളിറ്റിക്കൽ കോമ്പറ്റീഷന് ബോത്ത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട്. ബട്ട് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഈസ് നെസസറി ഫോർ ഡെമോക്രാറ്റിക് ഇലക്ഷൻ. ബിക്കോസ് വിതൗട്ട് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ദർ ഇസ് നോ ഡെമോക്രസി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഫസ്റ്റ് എന്താ പറഞ്ഞത്? യെസ്, മീനിങ് ഓഫ് അലിഗേഷൻ. അലിഗേഷൻ മീൻസ് ആരോപണങ്ങൾ. കുറേയധികം ആരോപണങ്ങൾ മുമ്പോട്ട് വെക്കും. ഓനാണ് അഴിമതി നടത്തിയത്, നമ്മളല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പറയുമ്പോൾ അവർ പറയും നമ്മളല്ല ഓനാണെന്ന് പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? കുറേയധികം ആരോപണങ്ങൾ മുമ്പോട്ട് വെക്കും. മക്കളെ സങ്കടമാണ്, എന്നാലും നമുക്ക് പഠിക്കാനുള്ളതല്ലേ. യെസ്. ഇനി മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻസിന് മെറിറ്റ്സ് ഉണ്ടോ നോക്കാം അല്ലേ. പീപ്പിൾ ഹാവ് ദ പവർ ടു മേക്ക് ദ പാർട്ടീസ് വിൻ ഓർ ലോസ് ഇലക്ഷൻസ്. നമുക്കിവിടെ കാണാൻ പറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ജനങ്ങൾക്ക് എന്തിനുള്ള അവസരം കിട്ടുന്നുണ്ട്? യെസ്, ഒരു പാർട്ടിയെ ജയിപ്പിക്കാനും തോൽപ്പിക്കാനും. അതായത് പീപ്പിൾസിൻ്റെ ഡിസയർ എന്താണോ, പീപ്പിൾസിൻ്റെ ഏത് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ആക്ടിവിറ്റീസ് ആണോ പീപ്പിൾസിന് ഓക്കെ ആവുന്നത്, അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്ന പാർട്ടി ഏതാണോ അതിനെ ജയിപ്പിക്കാനും അല്ലാത്തതിനെ തോൽപ്പിക്കാനും പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ത്രൂ മാത്രമേ ആർക്ക് പറ്റുള്ളൂ? പീപ്പിൾസിന് പറ്റുള്ളൂ. അപ്പോൾ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ പീപ്പിൾസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെയോ ടു റിമൈൻ ഇൻ പവർ ആൻഡ് പൊസിഷൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ് വിൽ ഹാവ് ടു സെർവ് ദ പീപ്പിൾസ് ആൻഡ് സാറ്റിസ്ഫൈ ദം. അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പവർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യാൻ ശ്രമിക്കും? പീപ്പിൾസിൻ്റെ ഡിസയർ എന്താണോ, പീപ്പിൾസിൻ്റെ നീഡ്സ് എന്താണോ അത് ഫുൾഫിൽ ചെയ്ത് കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കും. അത് അതിൻ്റെ മെറിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇലക്ഷൻ ഇല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? പീപ്പിൾസിൻ്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് എപ്പോഴും അവർ തന്നെ ജയിക്കും. പക്ഷേ ഇലക്ഷൻ ഉണ്ട്, കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അവിടെ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ എല്ലാ ആളുകളും ബെറ്റർ ആവാൻ നോക്കും അല്ലേ, ബെറ്റർ ആവാൻ നോക്കും അല്ലേ. യെസ്, എന്ത് ചെയ്യാൻ നോക്കും? ബെറ്റർ ആവാൻ നോക്കും, ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഞാൻ എന്താ പറയുക,
ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയട്ടെ, ഇപ്പോൾ എന്നെക്കാളും ബെറ്റർ ആയിട്ട് എന്താ പറയുക പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ് എടുക്കുന്ന ഒരാൾ വന്നാൽ ഞാനിപ്പോൾ എന്തിനു ശ്രമിക്കും, പഠിച്ചവനെ ഓനേക്കാളും ബെറ്റർ ആവണം അല്ലേ, ഓനേക്കാളും ബെറ്റർ ആവണം എന്ന് ഞാൻ നോക്കും അല്ലേ. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ഈസ് നെസസറി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആരുടെ ഭാഗത്ത് ഉണ്ടാവുന്നുള്ളൂ, റൂളേഴ്സിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നുള്ളൂ, റൂളേഴ്സ് സൈഡ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ എന്താ പറയുക പീപ്പിൾസിൻ്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ കൂടുതലും എന്ത് ചെയ്യും, അതിനുള്ളൊരു ഫ്യൂവലായിട്ട് എന്ത് മാറും, പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇസ് ദാറ്റ് ക്ലിയർ ഓർ നോട്ട്? ജസ്റ്റ് നമുക്ക് കമൻറ്റ് ചെയ്തേ. ബോത്ത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഈസ് ദ ബെസ്റ്റ് എന്ന് നമ്മൾ പറയാൻ പറ്റില്ല, ബിക്കോസ് എന്തുണ്ട്, മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ ഇലക്ഷൻ ഈസ് നത്തിങ്, അത് നമുക്ക് എടുത്തു പറയാൻ പറ്റും. ഓക്കെ, യെസ്, ഓക്കെ ആണോ, സെറ്റ് ആണോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒരു ഫയർ ഇട്ടോ ഓക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, യെസ് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലൊരു ഫയർ ഇട്ടോളി. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ഇട്ടോളി. യെസ്, സെറ്റാണോ മക്കളെ, ഓക്കെ ആണോ മക്കളെ? സർ വാട്ട് ഇസ് മെറിറ്റ്സ്? മെറിറ്റ്സ് ബിക്കോസ് നമുക്കിവിടെ പറയുന്നത് പീപ്പിൾസിന് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും ബെസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റൂളേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അത് എന്തുണ്ടെങ്കിൽ മാത്രമേ, കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, പീപ്പിൾസിനെ ആരെയാണോ സെലക്ട് ചെയ്യുന്നത് അത് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻസ് ഉണ്ടെങ്കിൽ ലീഡേഴ്സ് എന്ത് ചെയ്യാൻ ശ്രമിക്കും, പീപ്പിൾസിൻ്റെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കും. അതർവൈസ് എന്ത് ചെയ്യുക, കോമ്പറ്റീഷനിൽ അതിന് അവരൊന്നും ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുക, എപ്പോഴും അവർ തന്നെയായിരിക്കും റൂളേഴ്സ് അല്ലേ. അവരുടെ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ റൂളേഴ്സ് എന്ത് ചെയ്യാൻ ശ്രമിക്കുള്ളൂ, എപ്പോഴും ബെറ്റർ ആവാൻ നോക്കുള്ളൂ, എപ്പോഴും അവർ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. ദെൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവും. നോക്കുക ഇല്ല, വാട്ട് ആർ ദ ഡിമെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ? പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്താണെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം, അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഞാൻ ഒന്ന് വീഴാനൊക്കെ പോകുന്നുണ്ട് സ്റ്റാൻഡിൽ നിന്ന്. യെസ്, അടുത്ത സ്ലൈഡ് നമുക്ക് നോക്കാം. വാട്ട് ഇസ് അവർ സിസ്റ്റം ഓഫ് ഇലക്ഷൻസ്? എന്താണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഇലക്ഷൻ എന്ന് നമുക്ക് അറിയണം അല്ലേ. യെസ്, എന്താണ് അവർ സിസ്റ്റം ഓഫ് ഇലക്ഷൻ? അവർ കൺട്രി ഇന്ത്യ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഏരിയാസ് ഫോർ ദ പർപ്പസ് ഓഫ് ഇലക്ഷൻസ്. ദീസ് ഏരിയാസ് ആർ കോൾഡ് ഇലക്ടോറൽ കോൺസ്റ്റിറ്റ്യുവൻസി. നമ്മുടെ രാജ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ഷൻ പർപ്പസിന് വേണ്ടി ഡിഫറെൻറ്റ് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ അറിയപ്പെടുന്നത് എന്ത് പേരാണ് മക്കളെ? ഇത് അറിയപ്പെടുന്നത് എന്ത് പേരാണ് മക്കളെ? ഇത് അറിയപ്പെടുന്നത് ഇലക്ടോറൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ള പേരിലാണ്. എന്താണ് മക്കളെ? യെസ്, ഇലക്ടോറൽ, എവിടെക്കട പോകുന്നത് അവിടെ കട. യെസ്, ഇലക്ടോറൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന പേരിലാണ് എന്തറിയപ്പെടുന്നത്, ഈ ഏരിയാസ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫോർ ദ പർപ്പസ് ഓഫ് ഇലക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കൺട്രിയെ ഡിഫറെൻറ്റ് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഏരിയാസിനെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? യെസ്, ഇലക്ടോറൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. കോൺസ്റ്റിറ്റ്യുവൻസീസ് മീൻസ് നിയോജക മണ്ഡലങ്ങൾ കേട്ടോ മക്കളെ. ഓക്കെ, അതായത് കോൺസ്റ്റിറ്റ്യുവൻസീസ് മീൻസ് നിയോജക മണ്ഡലങ്ങൾ എന്നാണ്, അതിനേക്കാളും ബെറ്റർ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്. ഓക്കെ, ഫാക്ഷണലിസം മീൻസ് വിഭാഗീയത, ഭിന്നിപ്പിക്കുക, എന്താ പറയുക, നമ്മൾ നിങ്ങൾ എന്നൊക്കെയുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഓക്കെ, ഇനി there are 3 kinds of direct elections. General election. First one is general election. When all the constituencies hold elections at the same time, either on the same day or within a few days, we call it general elections. നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് 3 type of direct elections ആണുള്ളത്. എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിലും സെയിം ഡേ അല്ലെങ്കിൽ ആ ഒരു ഓൾമോസ്റ്റ് സെയിം മന്തിലൊക്കെ ആയിട്ട് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജനറൽ ഇലക്ഷൻസ് പറയുക. അവിടെ എന്ത് ചെയ്യില്ല, യെസ്, ഇവിടെ നമുക്ക് 3 ഇവിടെ സെപ്പറേറ്റ് തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. സ്ലൈഡ് ഒന്ന് ചെറിയൊരു സൈസ് മാറ്റുന്നുണ്ട്, കാരണം ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കാണാത്തതുകൊണ്ടാണ് കേട്ടോ മക്കളെ. Okay, yes, general elections. When all the constituencies hold elections at the same time, either on the same day or within a few days, we call it general election. ഒരേ ദിവസം തന്നെയായിരിക്കും ജനറൽ ഇലക്ഷൻ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരേ ദിവസം തന്നെയായിരിക്കും എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിലും എന്ത് ചെയ്യുക, ഇലക്ഷൻസ് നടത്തുക. ഇത് നമുക്ക് എന്ത് പറയാം, ജനറൽ ഇലക്ഷൻസ് എന്ന് പറയാം. എൻ്റെ പേര് ദീപ, ABD അബ്ദുല്ല ബക്കർ എന്നാണ് മക്കളെ. ABD മക്കൾക്ക് വിളിക്കുക, കാരണം സോഷ്യൽ സയൻസിൽ കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ അബ്ദുല്ല ബക്കർ വലിയൊരു പേര് പഠിക്കേണ്ട, ABD 3 ലെറ്റേഴ്സ് മക്കൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതിയെ. യെസ്, അടുത്തത് by elections. By elections എന്ന് പറയുമ്പോൾ when single constituency hold elections to fill the vacancy caused by death or resignation of the member. ഒരു മെമ്പറുടെ റെസിഗ്നേഷനോ അല്ലെങ്കിൽ ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് മരിച്ചുപോയി അല്ലെങ്കിൽ അയാൾ റിസൈൻ ചെയ്താൽ അവിടേക്ക് ആ ഒരു വേക്കൻസി ഫിൽ ചെയ്യാൻ വേണ്ടി ആ ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസീസ് നടത്തുന്ന ഇലക്ഷൻസിയാണ് നമ്മൾ എന്ത് പറയുന്ന മക്കളെ ബൈ ഇലക്ഷൻസ് എന്ന് പറയുക. ഓക്കെ, ബൈ ഇലക്ഷൻസ് എന്ന് പറയുക. അപ്പോൾ വാട്ട് ഇസ് മിഡ് ടേം ഇലക്ഷൻസ്? മിഡ് ടേം ഇലക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ്, when the Lok Sabha or state legislative assembly dissolves
hours before their expiry of its full term, authority announces the mid-term elections. അതായത് ഒരു ലോക്സഭ അല്ലെങ്കിൽ ഈ പറയുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി അതിൻ്റെ ടേം കംപ്ലീറ്റ് ചെയ്തില്ല, 5 year ആണ് അതിൻ്റെ ടേമെങ്കിൽ ആ ഒരു ടേം കംപ്ലീറ്റ് ചെയ്തില്ല, അതിന് മുമ്പ് ഡിസോൾവ് ആയി, അതിന് മുമ്പ് വിരിച്ചു വിട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ഏരിയ ആ ഒരു എന്ത് ചെയ്യണം, അവിടെ വീണ്ടും എന്ത് വരണം, ഒരു ഗവൺമെൻറ് വരണം. അതിനുവേണ്ടി നടത്തുന്ന ഇലക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, യെസ് മിഡ് ടേം ഇലക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവരുടെ ആ ഒരു എന്തുണ്ടാവും, ഒരു എന്താ പറയുക, ഒരു ഇയർ അല്ലെങ്കിൽ അവർക്ക് എന്തുണ്ടാവും, ഒരു പെർട്ടിക്കുലർ ഇയേഴ്സ് എന്തുണ്ടാവും, ഇയർ ഒരു പെർട്ടിക്കുലർ ഇയർ ഇൻ്റർവെൽസ് ഉണ്ടാവും അല്ലേ ഇലക്ഷൻസിന്. അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു ഡിസോൾവ് ചെയ്തെങ്കിൽ അവിടെ നടത്തുന്ന ആ ഒരു ടൈമിൽ നടത്തുന്ന ഇലക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസൈൻ ചെയ്യാൻ നോക്കുക. അതായത് ഒരാൾ എന്ത് ചെയ്യാണ്, ആ ഒരു എന്താ പറയുക സ്ഥാനം രാജിവെക്കാൻ എന്നിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 2 questions ആണ് ഇതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. യെസ്, ഫസ്റ്റ് describe the significance of electoral constituencies in India's election system. Distinguish between midterm elections and general election. General electionും midterm electionും അല്ലെങ്കിൽ general electionും ബൈ ഇലക്ഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. യെസ് സർ, നാസിസം വെൻ വിൽ യു സ്റ്റാർട്ട് സ്റ്റേജ്. നമുക്ക് നോക്കാം മക്കളെ കേട്ടോ, നമ്മൾ ആപ്പിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നിഞ്ച ബാച്ചിൽ കംപ്ലീറ്റ് ആയതാണ്. നമുക്ക് നോക്കാം, മാക്സിമം പെട്ടെന്ന് തന്നെ നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇലക്ടോറൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ആണ്. നമ്മൾ ഇലക്ടോറൽ കോൺസ്റ്റിറ്റ്യുവൻസി പറഞ്ഞു, അതിനെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇലക്ടോറൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താ, ചെറുതാവത്തത് ഒന്ന് ചെറുതാവട്ടെ അവിടെ കേട്ടോ. യെസ്, ഇലക്ടോറൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇന്ത്യ ഫോളോസ് ആൻ ഏരിയ ബേസ്ഡ് സിസ്റ്റം ഓഫ് റെപ്രസെൻറ്റേഷൻ. ഇന്ത്യയിൽ എന്താ പറയുക, ഓരോ ഏരിയാസും ഓരോ റെപ്രസെൻറ്റേഷനെയാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ഓരോ പ്രതിനിധികളെയാണ് തിരഞ്ഞെടുക്കുന്നത്. ആ ഒരു സിസ്റ്റമാണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. ഇനി വോട്ടേഴ്സ് ലിവിങ് ഇൻ ദാറ്റ് ഏരിയ ഇലക്ട്സ് 1 റെപ്രസെൻറ്റേറ്റീവ്. ആ ഏരിയയിൽ താമസിക്കുന്ന ആ ഒരു ഇലക്ടോറൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ താമസിക്കുന്ന ആൾക്കാണ് അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവിന് എന്ത് ചെയ്യുക, വോട്ട് ചെയ്യാൻ പറ്റുക. അതായത് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഞാൻ പറയുകയാണ്, എനിക്ക് പത്തനംതിട്ടയിലത്തെ എന്ത് ചെയ്യണം, ലീഡർക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ ഏരിയയിൽ താമസിക്കുന്ന അവിടുത്തെ ആളുകൾക്കാണ് അല്ലെങ്കിൽ അവിടുത്തെ വോട്ടേഴ്സിനാണ് എന്ത് ചെയ്യുക, ആ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാൻ പറ്റാം. ഇനി നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഈസ് എനി സ്റ്റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പോപ്പുലേഷൻ ഓഫ് ദാറ്റ് സ്റ്റേറ്റ്. അതായത് എത്ര കോൺസ്റ്റിറ്റ്യുവൻസീസ് ഒരു സ്റ്റേറ്റിൽ ഉണ്ടാവും എന്നുള്ളത് എന്താണ്, ആ സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻ സൈസ് അനുസരിച്ചും, സൈസ് ഓഫ് പോപ്പുലേഷനാണ് നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസിന് എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുന്നത്. അതായത് ആ സ്ഥലത്ത് എത്ര ആളുകളുണ്ടോ അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക, ഒരു സംസ്ഥാനത്ത് എത്ര കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടെന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, it means states can have only 1 constituency, whereas other states can have 60 or above constituencies due to large size of state and people living in that state. ചില സ്റ്റേറ്റിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി മാത്രം ഉണ്ടാവാം, ചിലപ്പോൾ എന്തും സംഭവിക്കാം. ഒരു സ്റ്റേറ്റിൽ 60 കോൺസ്റ്റിറ്റ്യുവൻസീസിലും ഉണ്ടാവാം, ഒരു സ്റ്റേറ്റിൽ തന്നെ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാവാം. അതായത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ചില സ്റ്റേറ്റിൽ ലെസ് കോൺസ്റ്റിറ്റ്യുവൻസീസിലായിരിക്കും, ചില സ്റ്റേറ്റിൽ കൂടുതൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടാവും, ചില സ്റ്റേറ്റിൽ കുറച്ച് നിയോജക മണ്ഡലങ്ങളായിരിക്കും, ചില സ്റ്റേറ്റിൽ കുറേ നിയോജക മണ്ഡലങ്ങൾ ഉണ്ടാവും. കാരണം എന്താണ്, അവിടുത്തെ സൈസ് ഓഫ് പോപ്പുലേഷനാണ്. അതായത് അവിടെ എത്ര ആളുകൾ താമസിക്കുന്നു അതിനനുസരിച്ചാണ് എന്ത് തീരുമാനിക്കുന്നത്, ഇലക്ടോറൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് തീരുമാനിക്കുന്നത്. ഏതാണ് മക്കളെ, വൺസ് മോർ എന്ന് പറയുന്നുണ്ട്, ഏതാണ് മക്കളെ, യെസ് അസൈനാർ, കുറേ ആളുകൾ 2-3 മക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ് മക്കളെ വൺസ് മോർ, ഏതാണ് ഒന്നും കൂടി പറയേണ്ടത്? സാറിന് സുഖമാണ്, മക്കൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. യെസ്, ഏതാണ് ഒന്നും കൂടി പറയേണ്ടത്? ഓക്കെ, പെട്ടെന്ന് പറയും മക്കളെ. യെസ്, ഏതാണ്? കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് വെച്ചാൽ നിയോജക മണ്ഡലങ്ങൾ. അതായത് കൺട്രീനെ ഇലക്ഷൻ പേർപ്പസിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ഡിവിഷൻസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ആ ഡിവിഷൻ നമ്മൾ കൊടുത്ത പേരാണ് എന്ത്, കോൺസ്റ്റിറ്റ്യുവൻസീസ് കേട്ടോ. ഓക്കെ, സോ വിച്ച് ഈസ് യുവർ വാച്ച്? ടൈറ്റാൻ. അളിയെന്ന് തന്നാട്ടെ, ഞാൻ വാങ്ങൂല, ഞാൻ ഓസി കിട്ടിയാലേ വാച്ചൊക്കെ കിട്ടുള്ളൂ. യെസ്, ബാലറ്റ് പേപ്പറൊക്കെ നമ്മൾ എത്തുന്നുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്, ഇലക്ടോറൽ കോൺസ്റ്റിറ്റ്യുവൻസി ഒന്നും കൂടി പറയുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇലക്ടോറൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ മക്കളെ. അതായത് നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളത് ഓരോ ഏരിയയിൽ നിന്നും ഓരോ റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുക്കുന്ന മെത്തേഡാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഏരിയയിൽ താമസിക്കുന്ന വോട്ടേഴ്സിന് മാത്രമേ അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ്സിന് അല്ലെങ്കിൽ അവിടുത്തെ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വോട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ നമ്മൾ പറയുന്നുണ്ട് എന്ത് ചെയ്യുക, ഒരു സ്റ്റേറ്റിൽ എത്ര കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാവും എന്നുള്ളത് ആ സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻ ഡിപ്പെൻഡാണ്. പോപ്പുലേഷനും സൈസ് ഓഫ് സ്റ്റേറ്റും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു സ്റ്റേറ്റിൽ എത്രത്തോളം കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട് എന്നുള്ള ഡിവിഷൻ നടത്താം. അതായത് ഒരു വലിയ സ്റ്റേറ്റ് ആണെങ്കിൽ, വലിയ പോപ്പുലേഷനുള്ള സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ടാവും.
ഓക്കെ. ഇനി സ്മോളർ സ്റ്റേറ്റും അവിടെ പോപ്പുലേഷൻലെസ് പോപ്പുലേഷനും ആണെങ്കിൽ അവിടെ എന്തായിരിക്കും കോൺസ്റ്റിറ്റ്യുവൻസീസും കുറവായിരിക്കും. അതായത് 1000 ആളുകളുള്ള ഒരു സ്റ്റേറ്റും, ഒരു എക്സാമ്പിൾ പറയുകയാണ്, 100 ആളുകളുള്ള സ്റ്റേറ്റുമാണെന്ന് വിചാരിച്ചോ. ഒരു സ്റ്റേറ്റ് വലിയതാണ്, ഒരു സ്റ്റേറ്റ് ചെറുതാണെന്ന് വിചാരിച്ചോ. അപ്പോൾ 2 സ്റ്റേറ്റിലും ഒരേപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺസ്റ്റിറ്റ്യുവൻസീസ് എടുക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ 100 ആളുകളുടെ അടുത്ത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആണെങ്കിൽ 1000 ആളുടെ അടുത്ത് 10 കോൺസ്റ്റിറ്റ്യുവൻസി. ഇങ്ങനെ എന്ത് ചെയ്യും, ഓരോ സ്റ്റേറ്റിനും ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും അവിടുത്തെ കോൺസ്റ്റിറ്റ്യുവൻസീസ് എത്ര ഉണ്ടാവുമെന്ന് തീരുമാനിക്കുന്നത്. അതായത് അവിടെ എത്ര ഡിവിഷൻസ് ഉണ്ടാവും തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു സ്കൂളിൽ 10 ഡിവിഷൻ ഉണ്ടെങ്കിൽ വേറെ സ്കൂളിൽ ചിലപ്പോൾ 4 ഡിവിഷൻ ഉണ്ടാവുള്ളൂ. കാരണം അവിടെ എന്താണ്, കുട്ടികൾ കുറവായിരിക്കും അല്ലേ. ഇപ്പോൾ 10 ഞാൻ 10K പഠിച്ച ആളാണ്, 10K ആയിരുന്നു എൻ്റെ ഡിവിഷന്. വേറെ സ്കൂൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 10DA ഉണ്ടാവുള്ളൂ. വേറെ സ്കൂൾ നോക്കുകയാണെങ്കിൽ Z കഴിഞ്ഞിട്ട് വീണ്ടും A1 A2 എന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ടാവും. അത് ആ സ്കൂളിലെ സ്റ്റുഡൻസിൻ്റെ സ്റ്റുഡൻസിൻ്റെ സൈസ് അനുസരിച്ചാണ്, അതായത് എത്ര സ്റ്റുഡൻസ് ഉണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് അനുസരിച്ചാണ്. അതുപോലെ തന്നെ ആ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി അനുസരിച്ചാണ്, ആ സ്കൂളിൻ്റെ സൈസ് അനുസരിച്ചാണ് അല്ലേ. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിൽ എത്ര കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത് അവിടെയുള്ള സൈസ് ഓഫ് പോപ്പുലേഷനും അതുപോലെ തന്നെ സൈസ് ഓഫ് സ്റ്റേറ്റും ബേസ് ചെയ്തിട്ടാണ്. ഇസ് ദാറ്റ് ക്ലിയർ ഓർ നോട്ട്? ജസ്റ്റ് ഒന്ന് പറഞ്ഞ മക്കളെ. ക്ലിയർ ആണെങ്കിൽ ആരെയൊക്കെ ലൈക്ക് അടിക്കാതുണ്ടെങ്കിൽ അവർ ലൈക്ക് അടിച്ചോളി. അപ്പോൾ സെറ്റാണ്. യെസ്, ഓക്കെ ആണോ? സെറ്റാണോ? പവറാണോ? പവറാണെങ്കിൽ ഒരു ഫയറും കൂടിയിട്ട് എന്താ ഇപ്പോൾ ഒരു ഡള്ളായി കിടക്കുന്നുണ്ടല്ലോ. യെസ്, പവറാണോ? ഓക്കെ ആണെങ്കിൽ ഒരു ഫയർ കൂടി എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടുക. സെറ്റാണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അറിയിക്കുക കേട്ടോ. ഓക്കെ, യെസ് യെസ് യെസ്. ഓക്കെ ആണോ? സെറ്റാണോ? പവറാണോ? ഓക്കെ 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 ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യെസ് ബാക്കി നോക്കാം. എവിടെ യെസ്. പിന്നെ നമ്മളിവിടെ പറയുന്നത്, അതായത് ഞാൻ വെറുതെ വെച്ചല്ല, റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി മക്കൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി. ഓക്കെ, റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? യെസ്, റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? യെസ്, സം സീറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇൻ അവർ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില സീറ്റുകൾ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ചില സീറ്റുകൾ ഷെഡ്യൂൾഡ് ട്രൈബ്സിനും എന്ത് ചെയ്തിട്ടുണ്ട്, റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഏരിയാസിൽ നമ്മളിവിടെ വൺ ഷോട്ട് ആയതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയാസിൽ ആർക്ക് മാത്രമേ ഇലക്ഷൻ കോൺടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, യെസ്, ആർക്കാണോ അത് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവർക്ക് മാത്രമേ ഇലക്ഷൻ കോൺടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇലക്ഷൻ മത്സരിക്കാൻ പറ്റുള്ളൂ. ബട്ട് എല്ലാ വോട്ടേഴ്സിനും ആ ഒരു എന്താ പറയുക, കോൺസ്റ്റിറ്റ്യുവൻസീസിലുള്ള എല്ലാ വോട്ടേഴ്സും വോട്ട് കാസ്റ്റ് ചെയ്യണം. പക്ഷേ ആരാണോ അവിടെ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കേണ്ടത്, യെസ്, ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ആയിരിക്കണം. SC ആണെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ്സും ആർക്കാണോ അത് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവർക്ക് മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇലക്ഷൻ കോൺടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി വാട്ട് ഈസ് ഇലക്ടോറൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇത് ഭാഗത്ത് വരാം. ഇനി ഇലക്ഷൻ പ്രൊസീജിയറാണ് നമുക്ക് നോക്കുന്നത്. ഇലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, യെസ്, കമൻറ്റ് ബോക്സിൽ തീ പിടിച്ചു ഫയർഫോഴ്സിനെ വിളിക്കണടാ. യെസ്, ഇലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് വോട്ടേഴ്സ് ലിസ്റ്റ്, പ്രിപ്പയർ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ളതാണ് ഫസ്റ്റ്. ദെൻ നമുക്കിവിടെ കാണാൻ പറ്റും നോമിനേഷൻ ഓഫ് കാൻഡിഡേറ്റ്സിൻ്റെ നോമിനേഷൻ. വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കണം, നോമിനേഷൻ, കാൻഡിഡേറ്റ്സ് നോമിനേഷൻ കൊടുത്താൽ മാത്രമല്ലേ ഇലക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യെസ്, ഇലക്ഷന് പോയിട്ട് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. യെസ് യെസ്. ദെൻ നമുക്ക് കാണാൻ പറ്റും ഇലക്ഷൻ ക്യാമ്പയിൻസ് ഒക്കെ പറയൂട്ടാ ആരും ബെജറാക്കേണ്ട. പോളിംഗ് ആൻഡ് കൗണ്ടിങ് ഓഫ് വോട്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിത് 1 by 1 ആയിട്ട് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റാണ്. വലിയ ലിസ്റ്റാണല്ലോ പടച്ചോനെ. വോട്ടേഴ്സ് ലിസ്റ്റാണ് നമ്മൾ പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ്. കൺസേൺഡ് അതോറിറ്റി പ്രിപ്പയർസ് the list on the basic eligibility of 18 years or above. 18 വയസ്സായ ആളുകളെ എന്താ പറയുക, 18 വയസ്സോ അല്ലെങ്കിൽ അതിന് കൂടുതലോ ആയ ആളുകളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്ത് പ്രിപ്പയർ ചെയ്യണം, വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അതിന് നമ്മൾ വിളിക്കുന്നത് ഒഫീഷ്യൽ നെയിം ഓഫ് ദിസ് ലിസ്റ്റ് ഈസ് ഇലക്ടോറൽ റോൾ, കോമൺ നെയിം ഈസ് വോട്ടേഴ്സ് ലിസ്റ്റ്. അതിൻ്റെ ഒഫീഷ്യൽ പേര് എന്താണെന്ന് അറിയാം മക്കളെ, ഇലക്ടോറൽ റോൾ എന്നാണ്. പക്ഷേ നമ്മളൊക്കെ വിളിക്കുന്നത് എന്താണ്, വോട്ടേഴ്സ് ലിസ്റ്റ് എന്നാണ്. അപ്പോൾ കോമൺ നെയിം എന്ന് പറയുന്നത് വോട്ടേഴ്സ് ലിസ്റ്റും ഇനി ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ഇലക്ടോറൽ റോളും ആണ് എന്തിൻ്റെത്, നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ്. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് നമുക്ക് എന്തിൻ്റെ ബേസിലാണ്, സഫ്രേജിൻ്റെ ബേസിലാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിൻ്റെ ബേസിലാണ്, അതായത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ ബേസിലാണ് എന്ത് പ്രിപ്പയർ ചെയ്യുക, വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ദെൻ in India, no one should be denied the right to vote without any good reason. Also, poor, rich, educated, illiterate and all have equal value to vote. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയിൽ ഒരു എന്താ പറയുക, ക്ലിയർ ആയിട്ടുള്ള ഒരു റീസൺ ഇല്ലാതെ ഒരാൾക്കും എന്ത് ചെയ്യുന്നില്ല, വോട്ട് നിഷേധിക്കുന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നുണ്ട് യെസ്, എന്താ പറയുക, ഗുഡ് റീസൺ എന്ന് പറയുമ്പോൾ മേ ബി മെൻ്റലി
അല്ലെങ്കിൽ എന്താ പറയുക ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ വോട്ട് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന എന്താ ചെയ്യുക, അപ്പോൾ അത് അവരുടെ ഡിസിഷൻ ആവണമെന്നില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾക്ക് ഫോഴ്സ്ഫുള്ളി എന്ത് ചെയ്യാം, ഒരാളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ അങ്ങനെ ചില ക്രൈറ്റീരിയയുടെ ബേസിലല്ലാതെ മറ്റൊരു ക്രൈറ്റീരിയയുടെ ബേസിലും ഒരാൾക്കും എന്ത് ഡിനായ് ചെയ്യുന്നില്ല, റൈറ്റ് ടു വോട്ട് ഡിനായ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിച്ച് ആണെങ്കിലും പൂർ ആണെങ്കിലും എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും ഇല്ലിറ്ററേറ്റ് ആണെങ്കിലും എല്ലാവരുടെ വോട്ടിനും ഒരേ വാല്യൂ ആണ് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി റിവിഷൻ ഓഫ് ദിസ് ലിസ്റ്റ് ഇറ്റ് ടേക്സ് പ്ലേസ് എവറി 5 years ഇൻ ഓർഡർ ടു റിമൈൻ അപ് ടു ഡേറ്റ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ലിസ്റ്റ് എന്ത് ചെയ്യണം, വീണ്ടും റിവൈസ് ചെയ്യണം. ബിക്കോസ് ഈ ലിസ്റ്റിൽ ചില ആളുകൾ എന്ത് ചെയ്യും, മരിച്ചു പോകും. ചില ആളുകൾ എന്ത് ചെയ്യും, ഈ 18 വയസ്സിന് മുകളിലുള്ള ചില ആളുകൾ 90 വയസ്സൊക്കെ ആയിട്ട് മരിച്ചു പോകും, ചില ആളുകൾ 60 വയസ്സായിട്ടും, അങ്ങനെ ഓരോ ആളുകൾ ഓരോ പ്രായത്തിൽ മരിച്ചു പോകും അല്ലേ. അപ്പോൾ അവരൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് റിസ്ക് അല്ലേ. ചില ആളുകൾ വന്നിട്ട് കള്ള വോട്ട് ചെയ്യും, മരിച്ചുപോയ ആളിലൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, വോട്ട് ചെയ്യും. മരിച്ചുപോയ ആൾക്കാരൊക്കെ ആത്മാവ് വന്നിട്ട് വോട്ട് ചെയ്യും. അപ്പോൾ അത് റിസ്ക് അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ആരാണോ മരിച്ചു പോയത് അവരൊക്കെ എടുത്ത് കളയണം, വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. പിന്നെയോ യെസ്, ഇറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെൻറ് ടു ആഡ് നെയിംസ് ഓഫ് ന്യൂ എലിജിബിൾ പേഴ്സൺ ആൻഡ് ഡിലീറ്റ് ദ നെയിംസ് ഓഫ് ഡെഡ് ഫ്രം ദ ലിസ്റ്റ്. അപ്പോൾ പുതിയ ആളുകൾ, ഈ 18 വയസ്സായ ആളുകൾ, പുതിയ ആൾക്കാർ വരുമ്പോൾ അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടതും, അതുപോലെ തന്നെ മരിച്ചുപോയ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് ഡിലീറ്റ് ചെയ്യേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാതെ നമ്മുടെ നാട്ടിൽ കുറേ മരിച്ച ആളൊക്കെ വന്നിട്ട് വോട്ട് ചെയ്യും, ആകെ സീനാവും. അപ്പോൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അപ് ടു ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, സോ വാട്ട് ഹാപ്പൻ ഇഫ് റിവിഷൻ ലിസ്റ്റ് ഈസ് നോട്ട് അപ്ഡേറ്റഡ്? അങ്ങനെ വന്നാൽ പുതിയ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റൂല. 18 വയസ്സ് പൂർത്തിയായ ആളുകൾ വരും, അവരുടെ പേര് എവിടെ വരില്ല, വോട്ടേഴ്സ് ലിസ്റ്റിൽ വരില്ല. അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക റൈറ്റ് ടു വോട്ടാണ് അവിടെ ഡിനായ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ മരിച്ച ആളുകൾ ഒഴിവാക്കിയില്ലെങ്കിൽ, റിമൂവ് ചെയ്തില്ലെങ്കിൽ അവിടെ എന്ത് നടക്കാം, കള്ള വോട്ട് പോലുള്ള ആക്ടിവിറ്റീസ് നടക്കാം. അതും ഇലക്ഷൻ എന്ത് ചെയ്യും, നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, പുതിയ ആളുകൾ വന്നാൽ അവരെ ആഡ് ചെയ്യണം, മരിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഡിലീറ്റ് ചെയ്യണം. ദേവൂസ് ഒന്ന് കമൻറ്റ് ചെയ്യൂ, സർ വൺ ഡൗട്ട്. യെസ്, യു ക്യാൻ കമൻറ്റ് യുവർ ഡൗട്ട്. ഓക്കെ സർ, ദിസ് ഈസ് സോഷ്യൽ സയൻസ് ഓർ മാത്സ്? ഫിസിക്സ് എടാ, ഫിസിക്സ്. കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ. ഇത് ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്റർ ആട്ടാ. അതിൻ്റെ റിവിഷനാണ്. റിവിഷൻ ലിസ്റ്റ് എത്ര ചാപ്റ്റർ ഉണ്ട് അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കാനുള്ള റിവിഷൻ ലിസ്റ്റ് ആട്ടാ. ഓക്കെ, എത്ര ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു എന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ, അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അത് ഞാൻ തയ്യാറാക്കൂട്ടെ. ഇപ്പോൾ തയ്യാറാക്കണ ആരെ ചോദിച്ചത്, പോയാ അവന് ഓടിപ്പോയാ? ഹാസിം. യെസ്, ഓക്കെ. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ്, ദെൻ ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് മറ്റൊരു ഘടകമാണ്. ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്. ഓക്കെ, ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കമ്പൾസറി ID പ്രൂഫ് ഫോർ ഓൾ ദ വോട്ടേഴ്സ് ടു ക്യാരി ഇലക്ട്രൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് വിത്ത് ദം ഓൺ ദ ഡേ ഓഫ് വോട്ടിങ്ങിന് വരുമ്പോൾ, ഇലക്ഷന് വോട്ട് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ എക്സാം എഴുതാൻ പോകുമ്പോൾ എന്ത് വേണം, ഹോൾ ടിക്കറ്റ് കയ്യിൽ കരുതണം എന്ന് പറയില്ലേ. അപ്പോൾ തന്നെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്ത് കരുതണം, ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് എന്ത് ചെയ്യണം, കയ്യിൽ കരുതിയിരിക്കണം. ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്, ഞാൻ എൻ്റെ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡൊക്കെ മക്കൾക്ക് കാണിച്ചു തന്നിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, ഞാൻ ആപ്പിൽ ലൈവ് എടുക്കും മക്കൾ കാണിച്ചു തന്നിരുന്നല്ലേ. ഇതാണ് എൻ്റെ ഇലക്ടറൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്. കണ്ടോ മക്കളെ, സുന്ദരനും സുമുഖനുമായ ABD സാർ, കണ്ടോ. അപ്പോൾ ഇതുപോലെ ഇലക്ടോറൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് നിങ്ങൾ എന്ത് ചെയ്യണം, കയ്യിൽ കരുതണം. ഇലക്ടോറൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് എന്ത് ചെയ്യണം മക്കളെ, കയ്യിൽ കരുതണം. നിങ്ങളല്ല 18 വയസ്സ് പൂർത്തിയായാലും കേട്ടോ. പിന്നെയോ ഇൻ കേസ് ഓഫ് ആബ്സെൻസ് ഓഫ് എപ്പിക്, ഇലക്ടോറൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് എടുക്കാൻ മറന്നു പോയി, ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, എടുക്കാനൊക്കെ മറക്കും അല്ലേ. അങ്ങനെ മറന്നു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, a person can also use the photo identity documents such as PAN card, Aadhaar card or driving license. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ എപ്പിക് എടുക്കാൻ മറന്നു, അല്ലെങ്കിൽ ഇലക്ടോറൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. സർ, റിവിഷൻ ലിസ്റ്റ് ഒന്നുകൂടെ ബ്രീഫായിട്ട് പറയാം. റിവിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ് മക്കളെ, അതായത് വോട്ടേഴ്സ് ലിസ്റ്റ് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതായത് ആ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ത് ചെയ്യണം, മരിച്ച ആളുകളുണ്ടെങ്കിൽ അവരെ ആ ഒരു ലിസ്റ്റിൽ നിന്നും ഡിലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പുതിയതായിട്ട് ഇപ്പോൾ 18 years ആയ ആളുകളുണ്ടാവും അല്ലേ. കഴിഞ്ഞ ഇലക്ഷൻ അവർക്ക് 17 വയസ്സായിരിക്കും, പുതിയ ഇലക്ഷൻ വരുമ്പോൾ അവർക്ക് 18 വയസ്സ്, അല്ലെങ്കിൽ കഴിഞ്ഞ ഇലക്ഷൻ അവർക്ക് 14 വയസ്സായിരിക്കും, പുതിയ ഇലക്ഷൻ വരുമ്പോൾ അവർക്ക് 18 വയസ്സ് പൂർത്തിയാവുന്നു. ആ
ഇലക്ഷൻ വരുമ്പോൾ ഒരു ടൈം ഉണ്ട്, അതിനൊക്കെ ഒരു ടേമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ടേം ആകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു 18 വയസ്സ് പൂർത്തിയാവുന്നു. അപ്പോൾ അവരെ കൂടി എന്തിൽ ഇൻക്ലൂഡ് ചെയ്യണം, വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അതായത് പുതിയതായിട്ട് ആ സ്ഥലത്തേക്ക് വന്ന ആളുകളുണ്ടാവും, അവരൊക്കെ ഡാറ്റാസ് എവിടെ ഉണ്ടാവണം, വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടാവണം. ഓക്കെ, ഇലക്ഷൻ ക്യാമ്പയിനിലേക്ക് എത്തും മക്കളെ, എത്തും കേട്ടോ. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യും. യെസ്, അസീമ സാർ വിച്ച് സബ്ജക്റ്റീവ്? എനിക്ക് സോഷ്യൽ സയൻസ് ആണ്, നോ ഡൗട്ട്. യെസ്, ലേറ്റ് ആയാൽ എന്താടാ ലേറ്റ് ആയത് അമ്മേ അല്ലേ? എന്തായി മക്കളെ ലേറ്റ് ആയത്? യെസ്, ഓക്കെ അസീം ക്ലിയർ ആയി. ഈ ചോദിച്ചാൽ അങ്ങനല്ലോ, വിച്ച് സബ്ജക്ട് സാർ, വിച്ച് സബ്ജക്ട്, മാത്സ് ഓർ സോഷ്യൽ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. യെസ്, ഇനി നമുക്ക് നോക്കാം. അപ്പോൾ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതാം. വാട്ട് ഈസ് ദ ഒഫീഷ്യൽ നെയിം ഓഫ് ദ വോട്ടേഴ്സ് ലിസ്റ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഒഫീഷ്യൽ നെയിം എന്താണ്? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, MCQ ആണ്. ഇനി വാട്ട് ഈസ് ദ മിനിമം ഏജ് റിക്വയർഡ് ടു ബി എലിജിബിൾ ടു വോട്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ വോട്ട് ചെയ്യാൻ മിനിമം ഏജ് എത്ര വേണം? 18 വയസ്സ്. ഇനി വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ഇലക്ടോറൽ റോളാണ്. ഇത് MCQ, ഈ ഒരു ടോപ്പിക് ഡിപെൻഡ് ചെയ്തിട്ടുള്ള MCQ ആണ്. ഇനി what is the purpose of revising the voters list every 5 years? Every 5 years എന്തിനാണ് വോട്ടേഴ്സ് ലിസ്റ്റ് എന്ത് ചെയ്യുന്നത്? യെസ്, റിവൈസ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്ക്രൈബ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും. ഇനി എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് റിവൈസിങ് ദ വോട്ടേഴ്സ് ലിസ്റ്റ്. ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് റിവൈസ് ചെയ്യുന്ന പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ടോറൽ റോൾ ടു എൻഷുറിംഗ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ സെറ്റാണോ, ഓക്കെ ആണോ? ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു, 150+ ലൈക്ക് ആയാൽ ഐ ആം സിംഗ് എ സോങ്. പക്ഷെ 120 ആയിട്ടുള്ളൂ. അപ്പോൾ 150 ആവണേ, 150+ ആവണേ. യെസ്, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നോമിനേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ്. No restrictions on contesting elections. It means anyone who is eligible to become a voter can also become candidates in elections. However, he or she must fulfill age criteria that is 20 years or above, or 25 years or above, sorry. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് നോമിനേഷൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏജ് ആണ് നമുക്ക് കാണാൻ പറ്റും. അതായത് വേറെ വലിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഏതൊരാൾക്കും ഇപ്പോൾ എനിക്ക് ഇലക്ഷൻ മത്സരിക്കണം തോന്നുന്നതാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പോയിട്ട് ഇലക്ഷൻ മത്സരിക്കാൻ തോന്നുകയാണെങ്കിൽ എനിക്ക് പോയിട്ട് എന്ത് ചെയ്യാം, ഇലക്ഷൻ മത്സരിക്കാം. അപ്പോൾ ഏജ് ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. ആരൊക്കെയാണ് വോട്ടേഴ്സ് അവർക്കൊക്കെ പോയിട്ട് എന്ത് ചെയ്യാം, ഇലക്ഷൻ മത്സരിക്കാം. ഓക്കെ, ആരൊക്കെയാണ് വോട്ടേഴ്സ് അവർക്കൊക്കെ എന്ത് ചെയ്യാം മക്കളെ, ഇലക്ഷന് മത്സരിക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് ചെറിയൊരു എന്തുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. റെസ്ട്രിക്ഷൻസ് ഓൺ ക്രിമിനൽസ് ആർ അപ്ലിക്കബിൾ ഓൺലി ഇൻ വെരി എക്സ്ട്രീം കേസസ്. നമുക്കിവിടെ കാണാൻ പറ്റും, ചിലപ്പോൾ എക്സ്ട്രീം കേസസിൽ വരുമ്പോൾ ക്രിമിനൽസിൽ നിന്നുണ്ടാവും ചില റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അതർവൈസ് എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാം, ഇലക്ഷൻ മത്സരിക്കാം. മക്കളെ ഇലക്ഷൻ മത്സരിക്കൂ, മക്കളെ എല്ലാവരും പോയി ഇലക്ഷൻ മത്സരിക്കൂ. ഡെമോക്രസി എൻഷോർ ചെയ്യും. ഇപ്പം അല്ലേ നിങ്ങൾ ഏജ് ആവട്ടെ കേട്ടോ, 25 years ആകുമ്പോൾ എന്ത് ചെയ്യാവും, ഇലക്ഷനൊക്കെ മത്സരിച്ച് ഒന്ന് പൊട്ടിയിട്ടേക്ക് വാ, അപ്പോൾ സെറ്റ് ആവും. അപ്പോൾ ഒന്ന് ഇലക്ഷനൊക്കെ മത്സരിച്ചോ, അതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് വരാം. 25 വയസ്സാവട്ടെ കേട്ടോ. ഓക്കെ, ആദ്യം അങ്ങനെ എയർലായില്ലേ, എയർലാവെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ എന്താണ്, ഓരോ ആൾക്കാർ എന്തൊക്കെ കോപ്രായങ്ങളാണ് എയർലാവാൻ വേണ്ടി കാണിക്കുന്നത്. അപ്പോൾ ഹസിം ഇത്ര സിമ്പിളായിട്ട് ഒരു കമൻറ്റിലൂടെ എയർലായി അല്ലേ. ഹസിമൊക്കെയാണ് ലക്കി പേഴ്സൺ. നമുക്ക് നോക്കാം. യെസ്, പാർട്ടീസ് നോമിനേഷൻ. എന്താണ് പാർട്ടീസ് നോമിനേഷൻ എന്ന് പറയുന്നത്? Political parties nominate to their candidates who gets party symbols and support. Parties nomination is often called party ticket. Party nomination അറിയപ്പെടുന്നത് പാർട്ടി ടിക്കറ്റ് എന്ന പേരിലാണ്. പൊളിറ്റിക്കൽ പാർട്ടി ഒരു ലീഡറെ കാൻഡിഡേറ്റ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പാർട്ടി നോമിനേഷൻ നമുക്കറിയാൻ പറ്റും. ആ പാർട്ടി നോമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അയാൾക്ക് ആ ഒരു പാർട്ടിയുടെ സിമ്പിൾസ് അയാൾക്ക് കിട്ടും. പാർട്ടി നോമിനേഷൻ ആണ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടി സജസ്റ്റ് ചെയ്യുന്ന നോമിനേഷൻ ആണെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും, ഒരു പൊളിറ്റിക്കൽ പാർട്ടി സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഡിസൈഡ് ചെയ്യുന്ന അവർ ടിക്കറ്റിലൂടെയാണ് ഒരാൾ എന്ത് ചെയ്യുന്നത് കാൻഡിഡേറ്റ് ആവുന്നെങ്കിൽ അവർക്ക് എന്ത് കിട്ടും, ആ പാർട്ടിയുടെ സിമ്പിൾ കിട്ടും. പാർട്ടി സിമ്പിൾസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള കോമൺ പീപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാൻഡിഡേറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു കാൻഡിഡേറ്റ്സിനെ അവർ എന്താ പറയുക ഡിസൈഡ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്, അവരുടെ പാർട്ടി ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി സിമ്പിൾ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്താ പറയുക ഡിസൈഡ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്നതാണ് പാർട്ടി സിമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അബ്ദുല്ല ബക്കർ എന്ന ABD മത്സരിക്കട്ടെ എന്ന് ഡിസൈഡ് ചെയ്താൽ ആ പാർട്ടിയുടെ സിമ്പിൾ ആർക്ക് കിട്ടും, എനിക്ക് കിട്ടും. ആ പാർട്ടിയുടെ ടിക്കറ്റിലൂടെയാണ് ഞാൻ ഇലക്ഷൻ കോൺടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ പാർട്ടിയുടെ സിമ്പിൾ ആർക്ക് കിട്ടും, എനിക്ക് കിട്ടും. ഇലക്ഷൻ മത്സരിക്കുമ്പോൾ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കോമൺലി അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഈ പാർട്ടി എന്താ പറയുക പാർട്ടീസ് നോമിനേഷൻ അറിയപ്പെടുന്നത് ടിക്കറ്റ് എന്ന പേരിലാണ്. ഒരു പാർട്ടിയുടെ ടിക്കറ്റ് കിട്ടുക, ഒരു പാർട്ടിയുടെ ടിക്കറ്റ് കിട്ടുന്നതിലൂടെയാണ് അയാൾ എന്ത് ചെയ്യുക, കോൺടെസ്റ്റ് ചെയ്യുക, അയാൾ കാൻഡിഡേറ്റ് ആയിട്ട് വരാം. ഓക്കെ,
In a process to become candidates, person have to fill a nomination form to contest an election. ഒരു എങ്ങനെയാണ് ഒരാൾ എന്ത് ചെയ്യുക, ഇതൊക്കെ നല്ല കാര്യമായിട്ടാണ് പഠിപ്പിക്കുന്ന കിടിലം കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇൻ ദ കണ്ടംപററി സൊസൈറ്റി പൊളിറ്റിക്കൽ സയൻസിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഡെമോക്രസി എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ആസ് എ സ്റ്റുഡൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇൻ ഫ്യൂച്ചർ നിങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ അല്ലെങ്കിൽ ഒരു ലീഡറെ ഡിസൈഡ് ചെയ്യുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇൻ ഫ്യൂച്ചർ നിങ്ങളൊരു പൊളിറ്റിക്കൽ ലീഡറായി മാറുകയാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. സാർ എന്നെയും എയറിലേക്ക് ആക്കുമോ പ്ലീസ് സാർ? അർഫ ആരിഫ് ഇപ്പം തന്നെ ഏകദേശം എയറിലാണെന്ന് തോന്നുന്നുണ്ട്. യെസ്, ഓക്കെ. Process to become candidate. Person has to fill a nomination form to contest an election. ഒരാൾ ഇലക്ഷൻ കോണ്ടസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു നോമിനേഷൻ കൊടുക്കണം. He or she will have to give some money as security deposit. കുറച്ച് പൈസ കൊടുക്കണേ. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ത് ചെയ്യണം? കുറച്ച് പൈസ അവിടെ കൊടുക്കണം. ഓക്കെ, ദെൻ തോറ്റാ പോവേ. ഇനി ഫോർ ലോക്സ് ഇതൊക്കെ ഉണ്ട് കേട്ടോ, ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. ഫോർ ലോക്സഭ ഇലക്ഷൻസ് ഇറ്റ് ഈസ് 25 rupees ആൻഡ് ദ ഫോർ സ്റ്റേറ്റ് അസംബ്ലി ഇറ്റ് ഈസ് 10,000 rupees. അപ്പോൾ ഈ പറയുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ലോക്സഭ ഇലക്ഷനും അതുപോലെ തന്നെ അസംബ്ലി ഇലക്ഷനും എന്തുണ്ടാവും? വേരിയേഷൻസ് ഉണ്ടാവും. ലോക്സഭ ഇലക്ഷൻ ആണെങ്കിൽ 25,000, ദെൻ അസംബ്ലി ഇലക്ഷൻ ആണെങ്കിൽ 10,000 ആണ് എന്ത് ചെയ്യുക അവിടെ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ സാർ, നെക്സ്റ്റ് ഇലക്ഷൻ കോഴിക്കോട് എ ബി സാർ റെപ്രസെൻറ്റേറ്റീവ് ആദ്യമേ നിൽക്കൂല. നിങ്ങൾക്കൊക്കെ ഒരു 18 വയസ്സാവട്ടെ, എന്നിട്ട് ഒന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ മത്സരിക്കട്ടാ. ദെൻ എവറി കാൻഡിഡേറ്റ്സ് has to make legal declaration in which candidates will give full details. അതായത് ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരു കാര്യമാണ്, എല്ലാ കാൻഡിഡേറ്റ്സും എന്ത് ചെയ്യണം? ലീഗലി ഡിക്ലെയർ ചെയ്യണം. എന്തൊക്കെയാണ് ഞങ്ങൾക്കുള്ള അസറ്റ്സ്, എന്തൊക്കെയാണ് ഞങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് ഞങ്ങൾക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എന്താണ്, ഇതൊക്കെ എന്ത് ചെയ്യണം? ലീഗലി ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ക്രിമിനൽ കേസസ് ഉണ്ടോ, സീരിയസ് ക്രിമിനൽ കേസസ് പെൻഡിങ് അഗെയിൻസ്റ്റ് ദ കാൻഡിഡേറ്റ്സ്, ഡീറ്റെയിൽസ് ഓഫ് ദ അസറ്റ്സ് ആൻഡ് liabilities ഓഫ് ദ കാൻഡിഡേറ്റ്സ് ആൻഡ് ഹിസ് ഓർ ഹെർ ഫാമിലി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓഫ് ദ കാൻഡിഡേറ്റ്സ്. അതായത് പുതിയ നിയമപ്രകാരം എല്ലാവരും ലീഗലി എന്ത് ഡിക്ലെയർ ചെയ്യണം? ഞങ്ങൾക്കെതിരെ ക്രിമിനൽ കേസ് ഉണ്ടോ, ഞങ്ങൾക്ക് എത്ര സ്വത്തുണ്ട്, ഞങ്ങളുടെ ഫാമിലിക്ക് എത്ര സ്വത്തുണ്ട്, ഞങ്ങൾക്ക് എത്ര എഡ്യൂക്കേഷൻ, ഇതൊക്കെ എന്ത് ചെയ്യണം? ലീഗലി ഡിക്ലെയർ ചെയ്യണം. അതുപോലെ തന്നെ thus this provides an opportunity to the voters to make their decisions on the basis of the information. ഈ ഒരു ഇൻഫോർമേഷൻ്റെ ബേസിൽ എന്ത് ചെയ്യാം? നമ്മൾക്ക് പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സിനെ, വോട്ടേഴ്സിനെ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. മേ ബി നമ്മൾ നോക്കുകയാണ് ഈ ഒരു ലീഡർ എന്താ പറയുക, ഈ ഒരു ലീഡറിന് വേറെ വർക്കൊന്നുമില്ല, വേറെ ജോലിയൊന്നുമില്ല, കാര്യമായിട്ട് ജോലിയൊന്നുമില്ല, പക്ഷേ ഇയാൾക്ക് ഇത്രയും ഫിനാൻഷ്യൽ എന്തുവാന്നോ, അല്ലെങ്കിൽ ഇയാൾ ഇത്രയും ഫിനാൻഷ്യൽ എങ്ങനെ എന്ത് ചെയ്തു, ഇത്രയും ഫിറ്റായി, അല്ലെങ്കിൽ ഇത്രയും സ്വത്ത് എങ്ങനെ ഇയാൾ സമ്പാദിച്ചു. അപ്പോൾ നമുക്ക് എന്ത് തോന്നും? ഇയാൾ കറപ്റ്റഡ് പേഴ്സൺ ആണോ, ഇയാൾ കറപ്ഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് തീരുമാനിക്കാം അല്ലേ. അങ്ങനെ ഒരാളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്താണ്, അയാൾക്ക് എത്രത്തോളം അസറ്റ്സ് ഉണ്ട്, ഇതിനൊക്കെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ലീഡറെ സെലക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആർക്കുണ്ട്? പബ്ലിക്കിനുണ്ട്. പക്ഷേ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ വലിയ എന്താ പറയുക അസറ്റ്സ് ഉള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ എന്താ പറയുക വലിയ ക്രിമിനൽ കേസസ് അല്ലാതെ ചെറിയ കേസസ് ഉള്ളതുകൊണ്ടോ ഒരാളുടെ നോമിനേഷൻ റിജക്റ്റ് ആവില്ല. എല്ലാ ആളുകൾക്കും ഇലക്ഷൻ മത്സരിക്കാൻ പറ്റും. പക്ഷേ പീപ്പിൾസിന് ഒരു ഫെയർ ആയിട്ടുള്ള എന്ത് കിട്ടും? അവരെ കുറിച്ചുള്ള ഒരു പിക്ചർ കിട്ടും. ആരെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ആർക്കറിയാൻ പറ്റും? പീപ്പിൾസിന് അറിയാൻ പറ്റും. ഓക്കെ, discuss the eligibility criteria and process for contesting elections in India. Analyze the importance of legal declaration in ensuring transparency in elections. ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടോപ്പിക് ബേസിൽ. ഇനി ഇലക്ഷൻ ക്യാമ്പയിൻ നോക്കുന്നത് ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ആസ് എ സ്റ്റുഡൻസ് നിങ്ങൾ മേ ബി സ്കൂൾ ഇലക്ഷൻസിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഈ പറയുന്ന പോലെ തന്നെ ABD സാർ എന്തിനാണ് മുട്ട അടിച്ചത്? ഞാൻ ചുമയൊക്കെ ആയിട്ട് മുട്ട അടിച്ചാൽ നോക്കില്ല. യെസ്. അപ്പോൾ ഞാൻ പറയുകയാണേ, ഓക്കെ, ഒമാനിലൊക്കെയുള്ള ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടല്ലേ. യെസ്, നമ്മൾ ഇൻ്റർനാഷണലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറയുകയാണേ, ഇവിടെ ഒരാൾ പേരെടുക്കാം. യെസ്, ഹരിപ്രിയ എന്തിനാണ് ഇലക്ഷൻ മത്സരിക്കുകയാണ്. അപ്പോൾ പറയാണ് ഹരിപ്രിയ എന്ന് ഞാനിവിടെ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തരും? നിങ്ങളുടെ സ്കൂളിൽ ഇലക്ഷൻ മത്സരിക്കുകയാണ്. അപ്പോൾ പറയാണ് എല്ലാ ക്ലാസ്സിനും ഞാൻ എന്ത് തരും? ഫാന് തരും. എല്ലാ ക്ലാസ്സിനും ഞാൻ വൈഫൈ തരും. വൈഫൈ ഒന്നും ആവശ്യമില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോമിസ് ഒക്കെ കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇലക്ഷൻ ക്യാമ്പയിനിലൂടെയാണ് പീപ്പിൾസിലേക്ക് കൂടുതൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുക, പീപ്പിൾസിലേക്ക് കൂടുതൽ അടുക്കുക, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിൻ്റെ എന്താണ് പറയുക, അവരെന്തൊക്കെയാണ് പ്രോമിസ് പീപ്പിൾസിന് കൊടുക്കുക, അതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിനിലൂടെയാണ് പീപ്പിൾസിന് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് ആര് പറയുന്നത്? ഈ പറയുന്ന കാൻഡിഡേറ്റ്സ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം.
Campaign take place for a 2-week period between the announcement of the final list of the candidates and the dates of polling. In between these days, candidates contact their voters. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ കാൻഡിഡേറ്റ്സിനെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെയാണോ ഇലക്ഷൻ കോൺടെസ്റ്റ് ചെയ്യുന്നത് ആ കാൻഡിഡേറ്റ്സിനെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ യെസ് ഹരിപ്രിയ സാറ് ഞാൻ തന്നെ വേണമായിരിക്കുന്നുണ്ട് സാറിന് മൈ നെയിം ഇസ് നിരഞ്ജന പ്ലീസ് ഹായ് നിരഞ്ജന യെസ് ഓക്കെ അപ്പോൾ എന്താണ് പറയുക ഇലക്ഷൻ ക്യാമ്പയിനിൽ ഈ പറയുന്നത് തന്നെ കാൻഡിഡേറ്റ്സിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 2 weeks അവർക്ക് എന്ത് ചെയ്യാം ഇലക്ഷൻ ക്യാമ്പയിനിലൂടെ പീപ്പിൾസിനോട് കൂടുതൽ എന്ത് ചെയ്യാം അവരുടെ പ്രോമിസസ് എന്താണോ അതൊക്കെ പീപ്പിൾസിനോട് പറയാൻ ആർക്ക് അവസരം കിട്ടും ഈ പറയുന്ന കാൻഡിഡേറ്റ്സിന് അവസരം കിട്ടും അപ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അഡ്രസ് ഇലക്ഷൻ മീറ്റിംഗ്സ് ഈ സമയത്ത് മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സൊക്കെ ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെയിൻ ആയിട്ടുള്ള ലീഡേഴ്സൊക്കെ എന്ത് ചെയ്യും ഇലക്ഷന് എന്ത് ചെയ്യും ഇലക്ഷൻ മീറ്റിംഗ്സിലൊക്കെ എന്ത് ചെയ്യും അഡ്രസ്സ് ചെയ്യും ഇലക്ഷൻ മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്യും അവരുടെ പ്രോമിസും കാര്യങ്ങളൊക്കെ പറയും അവരുടെ പോളിസിയും കാര്യങ്ങളൊക്കെ പറയും ദെൻ പൊളിറ്റിക്കൽ പാർട്ടീസ് മൊബിലൈസ് ദർ സപ്പോർട്ടേഴ്സ് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ത് ചെയ്യും മാക്സിമം സപ്പോർട്ട് ഗെയിൻ ചെയ്യും അതുവരെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ലീഡേഴ്സൊക്കെ ഇങ്ങനെ ആയിരിക്കും കലിപ്പ് എന്നായിരിക്കും പക്ഷേ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കലിപ്പൊക്കെ മാറും എന്ത് ചെയ്യും ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വിലയുള്ള ഷീറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും ചിരിച്ചുകൊണ്ട് നിൽക്കും അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും മാക്സിമം സപ്പോർട്ട് മൊബിലൈസ് ചെയ്യാൻ ആര് ട്രൈ ചെയ്യും ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് ചെയ്യും ഇനി ടെലിവിഷൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ആർ ഫുൾ ഓഫ് ഇലക്ഷൻ റിലേറ്റഡ് സ്റ്റോറീസ് ആൻഡ് ഡിബേറ്റ്സ് ടെലിവിഷനും ന്യൂസ് പേപ്പേഴ്സൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ചാകരയാണ് അവർക്ക് എന്തായിരിക്കും ഈ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസ് ആയിരിക്കും ആ സമയത്ത് എന്ത് ചെയ്യുക അതിനെക്കുറിച്ചുള്ള ഡിബേറ്റ്സ് ആയിരിക്കും എന്ത് ചെയ്യുക ഏത് സമയത്ത് ഉണ്ടാവുക ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക അപ്പോൾ ഈ ഇലക്ഷൻ ക്യാമ്പയിൻ ടൈമിൽ ഈ പറയുന്ന എല്ലാ ടെലിവിഷനും ഇന്ന മണ്ഡലത്തിൽ ഇന്ന സ്ഥാനാർത്ഥി ജയിക്കും ഇന്ന സ്ഥാനാർത്ഥി തോൽക്കുമോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങും അങ്ങനെ ഈ പറയുന്ന ടെലിവിഷൻസും ന്യൂസ് ചാനൽസും ന്യൂസ് പേപ്പേഴ്സും ഒക്കെ എന്ത് ചെയ്യും ഇതുപോലുള്ള ആക്ടിവിറ്റീസിലായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഓക്കെ ദെൻ and this party starts preparing for elections month before they actually take place പക്ഷേ 2 വീക്ക് മുമ്പാണ് ഈ പറയുന്ന ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഈ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ കുറേ മന്ത് മുമ്പ് തന്നെ എന്ത് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാകും അവരുടെ ലീഡർ ആരാണ് അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആരാണ് അങ്ങനെ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അവർ മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഇനി പാർട്ടീസ് ട്രൈ ടു ഫോക്കസ് പബ്ലിക് അറ്റൻഷൻ ഓൺ സം ബിഗ് ഇഷ്യൂസ് ഇൻ ഓർഡർ ടു അട്രാക്ട് ദ പബ്ലിക് ആൻഡ് ഗെറ്റ് ദ വോട്ട്സ് ഇൻ ദെയർ സപ്പോർട്ട്സ് അപ്പോൾ അതിനെ പൊളിറ്റിക്കൽ പാർട്ടീസ് എപ്പോഴും എന്താ ട്രൈ ചെയ്യുക ബിഗ് ഇഷ്യൂസ് എന്താണോ ബിഗ് സോഷ്യൽ ഇഷ്യൂസ് അത് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കും അത് പീപ്പിൾസിൻ്റെ എന്താ പറയുക അത് അഡ്രസ്സ് ചെയ്യുന്നതിലൂടെ പീപ്പിൾസ് ആയിരിക്കും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഈ പാർട്ടിക്ക് അറിയുന്നുണ്ട് അപ്പോൾ നമ്മൾ ജയിപ്പിക്കേണ്ടത് ഈ പാർട്ടിയാണ് അങ്ങനെ ബിഗ് ഇഷ്യൂസ് ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ ആര് ശ്രമിക്കും പൊളിറ്റിക്കൽ പാർട്ടീസ് ശ്രമിക്കും പൊളിറ്റിക്കൽ പാർട്ടീസ് ആ സമയത്ത് മാക്സിമം ബിഗ് ഇഷ്യൂസിലൊക്കെ ഇൻവോൾവ് ആവാൻ ശ്രമിക്കും അല്ലെങ്കിൽ അതിന് എന്താ പറയുക അത്ര ഇൻവോൾവ് ആവാൻ മീൻസ് വലിയ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളതല്ല എന്താ പറയുക അത് പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്താനൊക്കെ എന്ത് ചെയ്യും അവർ ട്രൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി ഇവിടെ പറയുന്നുണ്ട് ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് ദേ ഓൾസോ യൂസ് സ്ലോഗൻസ് സജാസ് എന്ത് ചെയ്യും അവർ പല സ്ലോഗൻസ് മുമ്പോട്ട് വെക്കും ഞങ്ങളെ ജയിപ്പിച്ചാൽ എന്താണ് ഞങ്ങളത് ചെയ്യും ഇത് ചെയ്യുന്ന കാരണം സ്ലോഗൻസ് മുമ്പോട്ടേക്കും ഇവിടെ നമുക്ക് കുറച്ച് സ്ലോഗൻസ് കാണാൻ പറ്റും ഇന്ദിരാഗാന്ധി മുമ്പോട്ട് വെച്ചുള്ള സ്ലോഗനാണ് ഗരീബി ഹട്ടാവോ ഇന്ദിരാഗാന്ധി മുമ്പോട്ട് വെച്ചുള്ള സ്ലോഗനാണ് മക്കളെ ഗരീബി ഹട്ടാവോ ദ പോവർട്ടി അലിവേഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നൊരു സ്ലോഗനായിരുന്നു ഇന്ദിരാഗാന്ധി ഇലക്ഷൻ സമയത്ത് മുമ്പോട്ട് വെച്ചിരുന്നത് ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റും സേവ് ഡെമോക്രസി ജനതാ പാർട്ടി മുമ്പോട്ട് വെച്ച സ്ലോഗൻ എന്താണ് സ്ലേവ് ഡെമോക്രസി ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഇനി ലാൻഡ് ടു ടില്ലേഴ്സ് എന്നുള്ളതായിരുന്നു ലെഫ്റ്റ് ഫ്രണ്ട് എന്ത് ചെയ്തിട്ടുള്ളത് മുമ്പോട്ട് വെച്ചിട്ടുള്ളത് എന്താ ഭൂമി കർഷകർക്ക് എന്നുള്ളതായിരുന്നു ലെഫ്റ്റ് ഫ്രണ്ട് മുമ്പോട്ട് വെച്ചിട്ടുള്ള സ്ലോഗൻ എന്ന് പറയുന്നത് ഇനി പ്രൊട്ടക്ട് ദ സെൽഫ് റെസ്പെക്ട് ഓഫ് ദ തെലുങ്കുസ് എന്നുള്ളതായിരുന്നു NT രാമറാവു മുമ്പോട്ട് വെച്ചുള്ളത് അപ്പോൾ ഇങ്ങനെ പീപ്പിൾസിൻ്റെ പ്രശ്നം അറിഞ്ഞതിന് ശേഷം അതിന് ഞങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തും അത് ഞങ്ങൾ അറിയുന്നുണ്ട് എന്ന രീതിയിൽ എന്ത് ചെയ്യും സ്ലോഗൻസും കൂടി ആര് പ്രിപ്പയർ ചെയ്യും ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് പ്രിപ്പയർ ചെയ്യും ഇതൊക്കെ ഈ പറയുന്ന എന്താണ് ഈ ഒരു ക്യാമ്പയിൻ ടൈമിലായിരിക്കും ഇവരെന്ത് ചെയ്യുക മാക്സിമം എന്ത് ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കുക ഇനി വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ദ ഇലക്ഷൻ ക്യാമ്പയിൻസ് ഇൻ ഇന്ത്യൻ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ദെൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും discuss the significance of election campaigns in the Indian democratic process, describe the activities that take place during the election campaign in India. ഇവിടെ നമുക്ക് 23rd ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഓക്കെ ലെഫ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഓരോ ഗ്രൂപ്പാണ് മക്കളെ കേട്ടോ ഓക്കെ ഇത് ഈ സമയത്തല്ല കുറേ മുമ്പുള്ള ഇലക്ഷനിലാട്ടോ മക്കളെ നമ്മളിവിടെ പറയുന്നത് കേരള ഇലക്ഷൻ അല്ല നമ്മുടെ നാഷണൽ ഇലക്ഷൻ സമയത്ത് എന്താ പറയുക യൂണിയൻ ഇലക്ഷൻ സമയത്തൊക്കെ നടന്നിരുന്ന കാലങ്ങൾ കേട്ടോ
യെസ്. ഇനി പോളിംഗ് ആൻഡ് കൗണ്ടിങ് ഓഫ് വോട്ട്സ്, ലാസ്റ്റ് സ്റ്റേജ് ആണെന്ത് പോളിംഗ് ആൻഡ് കൗണ്ടിങ് ഓഫ് വോട്ട്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ഫൈനൽ സ്റ്റേജ് ഓഫ് ആൻ ഇലക്ഷൻ. ഓൺ ദിസ് ഡേ വോട്ടേഴ്സ് പോൾ ഓർ കാസ്റ്റ് ദെയർ വോട്ട്സ്. ദിസ് ഈസ് നോൺ ആസ് ദിസ് ഡേ ഈസ് നോൺ ആസ് ഇലക്ഷൻ ഡേ. ഓക്കെ, ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക പോൾ ചെയ്യുക അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുക. അതായത് ആരാണോ വോട്ടേഴ്സ് അവരെന്ത് ചെയ്യുക, അവരുടെ വോട്ട് കാസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത് പോൾ ചെയ്യുക എന്ന് പറയുന്നത്. പോൾ ചെയ്യുക എന്ന് മീൻസ് ആരാണോ വോട്ടേഴ്സ് അവരുടെ വോട്ട് അവർ കാസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത് പോൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ പോളിംഗ് ഡേ എന്ന് നമ്മൾ പറയും, അതിന് നമ്മൾ പറയുന്നത് ഇലക്ഷൻ ഡേ എന്നാണ് കേട്ടോ. ഈ പോൾ ചെയ്യുന്ന ഡേ നമ്മൾ എന്ത് പറയുന്നു ഇലക്ഷൻ ഡേ എന്ന് പറയുന്നു. ഇലക്ഷൻ ഡേ എന്ന് പറയുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നെ കണ്ടു മടുത്ത് നിങ്ങൾ സാർ പ്ലീസ് കോളാർട്ടി സാർ താടി പഠിക്കോ ഇല്ല മക്കളെ, ഞങ്ങൾ താടി വളർത്തും മീശ വളർത്തും മുട്ടോളം മുറ്റ മുടിയും വളർത്തല്ലേ, ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളത് ചെയ്യും, അത് എങ്ങനെ വേണം എന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് തന്നെ താടി എന്തെയില്ല പഠിക്കൂല കേട്ടോ. യെസ്, എന്താ ഇതിനെ കണ്ട് ഇത്ര പെട്ടെന്ന് മടുത്തു അല്ലേ ആർത്തി എങ്കെ. യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇലക്ഷൻ ഡേ എന്ന് പറയുമ്പോൾ വോട്ട് കാസ്റ്റ് ചെയ്യുന്ന വോട്ട് പോൾ ചെയ്യുന്ന ഡേ ആണ് നമ്മൾ എന്ത് പറയുന്നത് ഇലക്ഷൻ ഡേ എന്ന് പറയുന്നത്. ഇനി every voter go to the polling booth. These booths are situated usually at the local school or government office. Local school അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസിലോ ആയിരിക്കും ഈ പറയുന്ന പോളിംഗ് ബൂത്ത് എന്ത് ചെയ്യുക സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആ പോളിംഗ് ബൂത്തിൽ ആരുണ്ടാവും, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും എന്തുണ്ടാവും യെസ് ഒരു ഏജൻറ്റും കൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ an agent of each candidate is allotted to sit inside the polling booth and ensure that the voting takes place in fair way. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഏജൻസി ബൂത്തിലുള്ളതുകൊണ്ട് തന്നെ ഫെയർ വേയിലൂടെ ഇലക്ഷൻ എന്ത് ചെയ്യുക കണ്ടക്ട് ചെയ്യപ്പെടുന്നതെന്ന് എൻഷോർ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുക ഈ പറയുന്ന ഏജൻസിനെ എവിടെ നിർത്തുന്നത് ഈ പറയുന്ന പോളിംഗ് ബൂത്തിൽ നിർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സാറ് പാട്ട് പാടു കളിയാക്കൂല ഇല്ലടാ, എനിക്ക് പേടിയുണ്ട്, നിങ്ങളെ പേടിയാട്ടാ. യെസ് ഇനി ദെൻ ഏർലിയർ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ആദ്യം എന്തായിരുന്നു ബാലറ്റ് പേപ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ബോക്സ് ഉണ്ടാവും അതിൽ പോയിട്ടൊരു പേപ്പറൊക്കെ ഇടണം, ഇങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എന്താണ് EVM ആണ്, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ് ഇപ്പോൾ നമുക്കുള്ളത്. അവിടെ തന്നെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും വോട്ട് കൗണ്ട് ചെയ്യാനും വോട്ട് എന്താ പറയുക കാസ്റ്റ് ചെയ്യാനും കൗണ്ട് ചെയ്യാനൊക്കെ ഇപ്പോൾ എളുപ്പമാണ് എന്നും കൂടി നമ്മൾ അവിടെ നോട്ട് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്. യെസ്, ഇനി ഇവാലുവേറ്റ് ദ effectiveness of Indian polling and counting process, examine the impact of EVM on election outcomes in India, describe the role of agents in the polling booth. ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇനി വാട്ട് മേക്സ് ഇലക്ഷൻസ് ഇൻ ഇന്ത്യ ഡെമോക്രാറ്റിക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിനു മുമ്പ് മക്കളെല്ലാവരും ഇതുവരെ എടുത്ത കാര്യങ്ങൾ ഓക്കെയാണ്, സെറ്റാണെങ്കിൽ ഒരു ഫയർ കൂടി കമൻറ്റ് ബോക്സിലിടാം സെറ്റാണെങ്കിൽ. ഓക്കെ, സാറൊരു ഡാൻസ് ഹരിപ്രിയ, ഞാനിവിടെ ക്ലാസ് എടുത്തിട്ട് ഹരിപ്രിയക്ക് ഓക്കെ ആയിട്ടില്ല. എന്നിപ്പോൾ ഞാനിവിടെ എന്താ പറയുക ഡാൻസ് കളിച്ചാൽ ലൈക്ക് എടുക്കും, ഞാൻ ക്ലാസ് എടുത്തിട്ട് എനിക്ക് ലൈക്കാന്നില്ലെങ്കിൽ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള അർത്ഥം, അതെനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയിട്ട് ഹരിപ്രിയ. എന്നാലും ഞാൻ എന്താ പറയുക നേരത്തെ എക്സാമ്പിളൊക്കെ പറഞ്ഞു, ഹരിപ്രിയ തന്നെ ഇത് പറഞ്ഞു ഞാൻ വിചാരിച്ചില്ല കേട്ടോ. യെസ്, ഓക്കെയാണ്. സെറ്റാണെങ്കിൽ എന്ത് ചെയ്തോളൂ കമൻറ്റ് ബോക്സിൽ ഫയർ ഇട്ടോളി, റെഡിയാണ്. സെറ്റാണെങ്കിൽ ആരെയൊക്കെ ലൈക്ക് അടിക്കാൻ പറഞ്ഞു വരുന്നെങ്കിൽ എന്ത് ചെയ്യുക ലൈക്ക് അടിക്കുക. യെസ്, ഓക്കെ. യെസ്, ഇനി വാട്ട് മേക്സ് ഇലക്ഷൻസ് ഇൻ ഇന്ത്യ ഡെമോക്രാറ്റിക്. ഇന്ത്യൻ ഇലക്ഷൻ എങ്ങനെയാണ് ഡെമോക്രാറ്റിക് ആവുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. യെസ്, ഇൻഡിപെൻഡൻറ്റ് ഇത് വിടുക്കട പോകുന്ന അവിടെ കട. യെസ്, ഇൻഡിപെൻഡൻറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഫസ്റ്റ് വൺ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഇലക്ഷൻ കമ്മീഷൻ. നമുക്കിവിടെ കാണാൻ പറ്റും ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എൻഷോർ ചെയ്യാൻ ഇന്ത്യക്ക് എന്തുണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷൻ, ലൈക്ക് എ ജുഡീഷ്യറി പോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റിയുടെയും ഇൻ്റർഫറൻസ് ഇല്ലാത്ത ഒരു ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ ഉണ്ട്, നമുക്ക് ഇന്ത്യയിലുണ്ട്. നമ്മൾ വലിയ ആൾക്കാരാണ്. നമുക്ക് നോക്കാം. അവർ കൺട്രി ഹാസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് വെരി പവർഫുൾ ഇലക്ഷൻ കമ്മീഷൻ ഫോർ കണ്ടക്ടിങ് ഇലക്ഷൻസ്. നമ്മുടെ ഇന്ത്യയിൽ എന്തുണ്ട് ഇൻഡിപെൻഡൻറ്റും അതുപോലെ തന്നെ വെരി പവർഫുൾ ആയിട്ടുള്ള എന്തുണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യയിലുണ്ട്. നമ്മൾ ചില്ലറക്കാരല്ല. ഓൾദോ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ്സ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, ബട്ട് CEC ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഈസ് നോട്ട് ആൻസറബിൾ ടു എയ്തർ പ്രസിഡന്റ് ഓർ ദ ഗവൺമെൻറ് ആഫ്റ്റർ ഹിസ് അപ്പോയിൻമെൻറ്റ്. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ആണ്.
ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആരെക്കുറിച്ച് ആലോചിക്കേണ്ട, പ്രസിഡൻറ്റിനെയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെയോ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. യെസ്, ഇലക്ഷൻ കമ്മീഷൻ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് പ്രസിഡൻ്റാണ്. പക്ഷേ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവരെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. Explain the significance of an independent election commission in India is democratic process. Describe the role of election commission in ensuring democratic election. ഇവിടെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഇവിടെ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയട്ടെ മക്കളെ. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഒരു ചോദ്യം നമുക്ക് ഇവിടെയും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിന് ശേഷം മക്കൾ എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ വേണം. ബിക്കോസ് അല്ലെങ്കിൽ ബയാസ്ഡ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ പറയുക, നിഷ്പക്ഷമായിട്ട് ഒരു എന്താ പറയുക പാർഷ്യാലിറ്റി ഇല്ലാതെ പ്രോപ്പറായിട്ട് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ വേണം. അതായിരിക്കുന്നുണ്ട് നമുക്കുണ്ട്. ഓക്കെ, കയ്യാറായിട്ട് മക്കൾ, ഓൾമോസ്റ്റ് കയ്യാറായി. എൻ്റെ വീട് കാസർഗോഡാണ് മക്കളെ. സാറിൻ്റെ പ്ലേസ് എവിടെയാണ്? ബേസിക്കലി കാസർഗോഡാണ്, പക്ഷേ ഇപ്പോൾ കാലിക്കറ്റ് കേട്ടോ. യെസ്, ഓക്കെ, യെസ്. പവേഴ്സ് ഓഫ് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത്. യെസ്, ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ്റെ പവേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇറ്റ് ടേക്സ് ഓൾ ദ ഡിസിഷൻ ഫ്രോം ദ അനൗൺസ്മെൻറ്റ് ഓഫ് ദ ഇലക്ഷൻസ് ടു ദ ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്. ഇലക്ഷൻ അനൗൺസ് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നവരെ ഏറ്റവും ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ആർക്ക് പവറാണ്, കംപ്ലീറ്റ് പവർ ആർക്കാണ്, ഇലക്ഷൻ കമ്മീഷനാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഇംപ്ലിമെൻറ്റ്സ് ദ കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് പണിഷ് എനി കാൻഡിഡേറ്റ്സ് ഓർ പാർട്ടി ദാറ്റ് വയലേറ്റ്സ്. ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാക്കും. എന്തുണ്ടാക്കും? ചില ചട്ടങ്ങളും ചട്ടക്കൂടുകളൊക്കെ ഉണ്ടാക്കും. അത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി വയലേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാൻഡിഡേറ്റ് വയലേറ്റ് ചെയ്താൽ അവർക്ക് എന്ത് കിട്ടും? പണിഷ്മെൻറ്റും കിട്ടും. അതിനുള്ള പവറും ആർക്കുണ്ട്? ഇലക്ഷൻ കമ്മീഷനുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ during the election period, it can order the government to follow some guidelines. Election ടൈമിൽ ഗവൺമെൻറ്റിനോടും ചില ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാൻ ആർക്ക് പറയാം? ഇലക്ഷൻ കമ്മീഷന് പറയാം. അത്രയും ഇലക്ഷൻ എന്താ പറയുക പവർഫുൾ ആണ് ആര്? ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് കാണാൻ പറ്റും. ഇനി when on declaration of when an election duty, government officers work under the control of EC and not the government. ഗവൺമെൻറ് ഓഫീസേഴ്സ് ആണ് എന്ത് ചെയ്യുക? ഇലക്ഷൻ കമ്മീഷൻ്റെ പാർട്ടായിട്ട് ഇലക്ഷൻ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുക. പക്ഷേ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ഷൻ്റെ റിസൾട്ട് വരെ ഈ പറയുന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസ് എന്താണ്? ഇലക്ഷൻ ഒഫീഷ്യൽസ് ആണ്. അവർ ആരുടെ എന്താ പറയുക ആരുടെ ഓർഡേഴ്സാണ് ഫോളോ ചെയ്യേണ്ടത്? ഇലക്ഷൻ കമ്മീഷൻ്റെതാണ്, അല്ലാതെ ആരുടേതല്ല, ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെതല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. യെസ്, അമീൻ സാർ അറിയാത്ത അമീൻ സാർ നമ്മൾ ചങ്കല്ലേ. യെസ്, ഓക്കെ, യെസ്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? യെസ്, എന്താ പറഞ്ഞിട്ട് ഫ്ലോ പോയല്ലോടാ, ആരടത് എന്താ പറഞ്ഞുകൊണ്ടിരുന്ന മക്കളെ? ഗവൺമെൻറ് എംപ്ലോയീസ് ആണ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീഷ്യൽസ് ആണ് ഇലക്ഷൻ ഓഫീസേഴ്സായിട്ട് വർക്ക് ചെയ്യുക. ഈ പറയുന്ന ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് എല്ലാ ഗവൺമെൻറ് ഓഫീസേഴ്സും അല്ല, സെലക്റ്റഡ് ഗവൺമെൻറ് ഓഫീസേഴ്സ് ആണ്. ആ സമയത്ത് ഗവൺമെൻറ് ഓഫീസേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആരല്ല? ഗവൺമെൻറ് അല്ല. ആ സമയത്ത് ഗവൺമെൻറ് ഓഫീസേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഇലക്ഷൻ കമ്മീഷനാണ്. നമുക്ക് കാണാൻ പറ്റും ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ടൈമും കാര്യങ്ങളൊക്കെയാണ് അവർ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ അവരുടെ ഡ്യൂട്ടി ടൈമിൽ അടക്കം എന്ത് വരും? ചേഞ്ചസ് വരും. അവരുടെ ഹോളിഡേയ്സിൽ അടക്കം എന്ത് വരും? ചേഞ്ചസ് വരും. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂട്ടി എന്താണ്? കോഡ് ഓഫ് കണ്ടക്ട് എന്താണോ, ഇലക്ഷൻ കമ്മീഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണോ, അതാണ് ഈ പറയുന്ന ഗവൺമെൻറ് ഓഫീസേഴ്സ് ഏത് സമയത്ത് ഫോളോ ചെയ്യേണ്ടത്? ഇലക്ഷൻ ടൈമിൽ ഇലക്ഷൻ ഓഫീസേഴ്സ് ഫോളോ ചെയ്യേണ്ടത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അജ്മലാണോ? യെസ്, ഓക്കെ. ദെൻ when on election duty, government officers work under the control of the EC and not the government. Election officials can order to the poll if they find election unfair. Election unfair ആണ് എന്ന് തോന്നിയാൽ ഇലക്ഷൻ ഓഫീസേഴ്സിന് എന്ത് ചെയ്യാം? യെസ്, വീണ്ടും റീപോൾ ചെയ്യാൻ പറയാം, വീണ്ടും എന്ത് ചെയ്യാം? യെസ്, വോട്ട് കാസ്റ്റ് ചെയ്യാൻ പറയാം. ഓക്കെ, വീണ്ടും ഞാൻ ലാസ്റ്റ് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് 150 ലൈക്ക് ആയാലും ഞാൻ പാട്ട് പാടുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാടിയിരിക്കും. ഓക്കെ, യെസ്, സെറ്റാണോ ഓക്കെ ആണെന്നോ ജസ്റ്റ് ഒന്ന് മക്കൾ കമൻറ്റ് ചെയ്യണേ. കൗണ്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്താ പറ്റിയത്? നീ കുറേ നേരമായി ഷോ ഇടുന്നു. ഏത് ഭാഷ ഇതൊക്കെ? കോട്ടയം. ഓക്കെ, യെസ്. Analyze the importance of the election commission's control over the government officers during elections. Explain the significance of the election commission's independence in conducting elections. Describe the election commission's role ensuring free and fair elections.
ഇനി ഇലക്ഷൻ പ്രൊസീജിയർ ആണ് നമുക്ക് നോക്കാനുള്ളത്. ഓൾമോസ്റ്റ് കയ്യാറായി മക്കളെ. ഇലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇൻക്രീസ് ഇൻ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ. വി യൂഷ്വലി മെഷേഴ്സ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇലക്ഷൻസ് ത്രൂ വോട്ടർ ടേൺ ഔട്ട് ഫിഗേഴ്സ് വിച്ച് ഹാസ് ബീൻ ഷോയിങ് ഗ്രോത്ത്, ബട്ട് ഇൻ യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക ദ ടേൺ ഔട്ട് ഹാസ് ഡിക്ലൈൻഡ്. നമ്മളിവിടെ ഇലക്ഷൻ്റെ എന്താ പറയുക പാർട്ടിസിപ്പേഷൻ നോക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? യെസ്, ഈ ടേൺ ഔട്ട് നോക്കിയിട്ടാണ്. ടേൺ ഔട്ട് എന്ന് പറയുമ്പോൾ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും എന്താ പറയുക ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും എത്ര ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ഈ പറയുന്ന അഡൽട്ട് സിറ്റിസൺസ് ഈ പറയുന്ന പോലെ തന്നെ ആരൊക്കെയാണോ റൈറ്റ് ടു വോട്ട് ഉള്ളത് അവർ എത്ര ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് ആ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, ടേൺ ഔട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അമേരിക്കയിലും അതുപോലെ തന്നെ യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടേൺ ഔട്ട് ഡിക്ലൈൻ ചെയ്തു അല്ലെങ്കിൽ താഴോട്ട് വന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബട്ട് ഇൻ ഇന്ത്യ ടേൺ ഔട്ട് എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? ഫിഗേഴ്സ് ഇൻഡിക്കേറ്റ്സ് ദ പെർസെൻറ്റേജ് ഓഫ് എലിജിബിൾ വോട്ടേഴ്സ് ഹു ആക്ച്വലി കാസ്റ്റ് ദെയർ വോട്ട് എന്നുള്ളതാണ് ടേൺ ഔട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ എന്ത് 150 സാർസിംഗ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, ദർ ഇസ് നോ 150, ദർ ഇസ് 146 ഓൺലി. യെസ്, ഐ തിങ്ക് അല്ലേ, യെസ് 146, 150 ആയിട്ടില്ല. ഇവിടെയോ? യെസ്, ഓക്കെ. അപ്പോൾ നമ്മൾ പറയുന്നത് ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് അൺപ്രിവിലേജ്ഡ് സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ, ദ പുവർ, ഇല്ലിറ്ററേറ്റ് ആൻഡ് അൺപ്രിവിലേജ്ഡ് പീപ്പിൾസ് വോട്ട് ടു ഇൻ ലാർജ് പ്രൊപ്പോർഷൻ ആസ് കമ്പയർഡ് ടു ദ റിച്ച് ആൻഡ് പ്രിവിലേജ്ഡ് സെക്ഷൻസ് വേഴ്സ് ഇറ്റ് ഇസ് നോട്ട് സോ ഇൻ യു എസ്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് USA ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയുക വലിയ പ്രിവിലേജസ് ഒന്നും ഇല്ലാത്ത ആളുകളാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ, ഇനി നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പ്രിവിലേജസ് ഒന്നും ഇല്ലാത്ത ആളുകൾ പോലും കൂടുതൽ അവരാണ് എന്ത് ചെയ്യുക കൂടുതൽ വോട്ട് കാസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ഡെമോക്രസി എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരുടെയും ഡിഗ്നിറ്റി എൻഷുർ ചെയ്യുന്നുണ്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലംസിൽ കൃത്യമായിട്ടും പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യുകയും അതിന് സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റും. Elections has important for the common people. Common people in India attract a lot of importance to elections. They feel that they can bring pressure on political parties to adopt policies and programs favorable to them. അപ്പോൾ ഇന്ത്യയിൽ കോമൺ പീപ്പിൾസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം അവരുടെ പ്രോബ്ലംസ് ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അവർ എന്താ പറയുക ഇലക്ഷനിലൂടെ മാത്രമേ അവരുടെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന് വലിയ പ്രഷർ കൊടുക്കാനും അതിലൂടെ അവരുടെ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യാനും അതിന് സൊല്യൂഷൻ കണ്ടെത്താനും എന്തിലൂടെ മാത്രമേ പറ്റുള്ളൂ, ഇലക്ഷനിലൂടെ മാത്രമേ പറ്റൂ എന്ന് ആര് റിയലൈസ് ചെയ്യുന്നുണ്ട്, കോമൺ പീപ്പിൾസ് ഇന്ത്യയിൽ റിയലൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇൻക്രീസിംഗ് ഇൻട്രസ്റ്റ് ഓഫ് ദ വോട്ടേഴ്സ് ഹാവ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് പാർട്ട് ഇൻ ക്യാമ്പയിൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആൻഡ് ബിക്കമിംഗ് മെമ്പർ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടീസ് ദിസ് ഡ്യൂ ടു ദെയർ ഇൻക്രീസ് ഇൻട്രസ്റ്റ് ഇൻ ഇലക്ഷൻസ്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഈ പറയുന്ന ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്പർ ഓഫ് പീപ്പിൾസ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയൊക്കെ മെമ്പേഴ്സും ഫോളോവേഴ്സൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അതെന്താണ് മീൻ ചെയ്യുന്നത്? യെസ്, പൊളിറ്റിക്കൽ ഇലക്ഷൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഇലക്ഷൻ സിസ്റ്റത്തിൽ ആര് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കോമൺ പീപ്പിൾസ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. ഞാൻ പാട്ട് പാടാം മക്കളെ, എന്തായാലും വാക്കൊക്കെ തന്നല്ലേ, ഏതോ പാട്ട് പാടാം. യെസ്, ഏതെങ്കിലുമൊക്കെ പാട്ട് പാടാം എന്നിട്ട് ഇറങ്ങി ഓടാം. യെസ്, അപ്പോൾ എന്തായാലും ഇപ്പോൾ കഴിയും മക്കളെ, ഒരു 6 സ്ലൈഡും കൂടിയുള്ളൂ, അത് കഴിഞ്ഞിട്ട് പാടാം കേട്ടോ. ഇപ്പോൾ പാടിയാൽ നിങ്ങൾ ഇപ്പോൾ ഇറങ്ങിയോടും. അപ്പോൾ ആ 6 സ്ലൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് ഒറ്റ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതിനേക്കാളും നല്ല എന്താണ്, യെസ് കംപ്ലീറ്റ് ചെയ്തിട്ട് പാടാം അല്ലേ. യെസ്, ആരടത് 150 ആയി സ്പാം ചെയ്യുന്നു, ആരടത്? അപ്പോൾ analyze the impacts of increased participation from unprivileged groups of Indian democracy on Indian democracy. Explain the factors contributing the increased popular participation in Indian elections. Okay, ഈ 2 ക്വസ്റ്റ്യൻസും അവിടെ നമുക്ക് ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വന്നിട്ട് ഉണ്ട്. ഓക്കെ സാർ, നമുക്കൊരു കാൻഡിഡേറ്റിന് ഒപ്പോസ് ചെയ്യാമോ? ഒപ്പോസ് മീൻസ് നമുക്ക് ഓപ്പോസിഷൻ ലീഡറായി അല്ലെങ്കിൽ ഓപ്പോസിഷൻ കാൻഡിഡേറ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതല്ല എന്താ പറയുക, ഈ കാൻഡിഡേറ്റ്സ് നമുക്ക് ഒപ്പോസ് ചെയ്യാൻ മീൻസ് എന്താണ്, നമ്മൾ ഔട്ട് സൈഡ് ഒന്നുകൊണ്ട് ഒപ്പോസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമുക്ക് അവർക്ക് എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാതിരിക്കാം. ഓക്കെ, നമ്മുടെ വോട്ട് ഡിനൈ ചെയ്യാം. ഓക്കെ, സോറി മക്കളെ, ഇത്ര ചെറുതാക്കേണ്ട മക്കൾ കാണില്ല, അതുകൊണ്ട് കുറച്ച് വലുതാക്കുന്നുണ്ട്. യെസ്, ഇവിടെ നോക്കുന്നത് അക്സെപ്റ്റൻസ് ഓഫ് ഇലക്ഷൻ ഔട്ട്കംസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ഷൻസ് ആർ ഡെമോക്രാറ്റിക് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഫേവേഴ്സ് ദ പവർഫുൾ ഇൻസ്റ്റേറ്റ് റൂളിംഗ് പാർട്ടീസ് റൂട്ടീൻലി ലോസ് ഇലക്ഷൻസ് ഇൻ ഇന്ത്യ ബോത്ത് ദ നാഷൻസ് ആൻഡ് സ്റ്റേറ്റ് ലെവൽ. നമ്മളിവിടെ കാണാൻ പറ്റും, ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് എന്താണ്, യെസ് ഒരു പവർഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നില്ല, ഫേവേഴ്സ് ചെയ്യുന്നില്ല. ബിക്കോസ് അവിടെ റൂളിംഗ് പാർട്ടി വിൻ ചെയ്യുന്നുണ്ട്, ലോസ് ചെയ്യുന്നുണ്ട്. അത് സ്റ്റേറ്റ് ലെവലാണെങ്കിലും എന്താ പറയുക നാഷണൽ ലെവലാണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, യെസ് തോൽക്കുകയും ജയിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, okay then
In the US, an increment or sitting elected representative rarely loses an election. In India, about half of the sitting MP or MLAs lost elections. US-ലാണെങ്കിൽ എന്താ പറയുക സിറ്റിംഗ് എന്താ പറയുക റൂളേഴ്സ് മേ ബി ഇലക്ഷനിൽ ലോസ് ചെയ്യുന്നത് വളരെ റെയർ ആയിട്ടാണ്. പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ സിറ്റിംഗ് MLA ആണെങ്കിലും MPs ആണെങ്കിലും നെക്സ്റ്റ് ഇലക്ഷനിൽ ലോസ് ചെയ്യുന്നുണ്ട്, തോൽക്കുന്നുണ്ട്, പിന്നീട് വീണ്ടും ജയിക്കുന്നുണ്ട്, പിന്നീട് തോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ പവർഫുൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഇല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി furthermore, candidates who are known to have spent a lot of money on buying votes and those with known as criminal connections often lost elections. നമുക്ക് അതുപോലെ തന്നെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആരാണോ കൂടുതൽ പൈസ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് അവരും ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട് പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സാർ പാലാപ്പള്ളിയല്ല ഓക്കെ. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസുള്ള ആളുകളെയും പണം ഉപയോഗിച്ചെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളെയും പലപ്പോഴും തോൽപ്പിക്കാറാണ് പതിവ്. ഇനി ലാസ്റ്റ്ലി, bearing very few disputes elections are the defeated party usually accept the electoral outcomes as people's verdict. അതുപോലെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ഇപ്പോൾ ഇലക്ഷന് ഫെയർ അല്ലെങ്കിൽ ഫെയർ അല്ലെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡിഫീറ്റഡ് പാർട്ടീസ് ഒബ്വിയസ്ലി ഒപ്പോസ് ചെയ്യും അല്ലേ? ഡിഫീറ്റഡ് പാർട്ടീസ് ഒബ്വിയസ്ലി ഒപ്പോസ് ചെയ്യും. ബട്ട് ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഡിഫീറ്റഡ് പാർട്ടീസ് എന്ത് ചെയ്യും? അത് അക്സെപ്റ്റ് ചെയ്യും. പീപ്പിൾസ് വേർഡിക്റ്റ് ആണ്, ജനങ്ങളുടെ വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻസ് ആണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആപ്പിൽ എടുക്കുന്ന സമയത്ത് ഒരു പോയിൻ്റ് അവിടെ അഡ്രസ്സ് ചെയ്തിരുന്നു. ഇൻ സം എന്താ പറയുക കോൺസ്റ്റിറ്റ്യുവൻസീസിലൊക്കെ മേ ബി എന്ത് നടക്കാം, ഈ പറയുന്ന പോലെ തന്നെ അൺഫെയർ ആക്ടിവിറ്റീസ് നടക്കാതിരിക്കാം. അത് റെയർ കേസിൽ മാത്രമാണ്. അതിനെ പലപ്പോഴും അഡ്രസ്സ് ചെയ്യാറുണ്ട്. അത് പലപ്പോഴും കോർട്ടിലൂടെയൊക്കെ കേസിലൂടെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ പൊസിഷൻ പോവാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി discuss the importance of accepting election outcomes in democratic system. Explain how India's election outcomes reflects the democratic nature. Okay, any challenges to free and fair elections. Last topic ആണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ലാസ്റ്റ് ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് ഫേസ് ചെയ്യുന്നത്. യെസ്, there are several challenges that still we need to overcome. These are എന്തൊക്കെയാണ് ചാലഞ്ചസ് നോക്കുകയാണെങ്കിൽ, money provides unfair advantage to the wealthy candidates. വെൽത്തി കാൻഡിഡേറ്റ്സിന് മണി യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മസിൽ പവറോ മണി പവറോ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാറുണ്ട്, അൺഫെയർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് ചിലപ്പോഴെങ്കിലും. അതുപോലെ നമുക്ക് കാണാൻ പറ്റും criminals make use of connection to secure a ticket from the major parties. Major parties ഒക്കെ ടിക്കറ്റ്സ് കിട്ടാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ തന്നെ ക്രിമിനൽസും എന്ത് ചെയ്യാറുണ്ട്, ശ്രമിക്കാറുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, then some families tend to dominate political parties. ചില ഫാമിലീസ് എന്ത് ചെയ്യും, അവരുടെ മക്കൾ എന്ന രീതിയിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് എന്ത് ചെയ്യും, ഡോമിനേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇനി some then no meaningful choice for citizen as major parties are quite similar to each other both in policies and practices. പിന്നെ അതുപോലെ തന്നെ പീപ്പിൾസിന് എന്തില്ല, ഒരു ഫെയർ ആയിട്ടുള്ള ചോയ്സ് ഇല്ല. അതായത് എ പാർട്ടിയും ബി പാർട്ടിയും ഒരേപോലെയാണ് എന്ത് ചെയ്യുന്നത്, പ്രോമിസസ് കൊടുക്കുന്നത്, പോളിസീസ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, യെസ്, അപ്പോൾ റൂളിംഗ് പാർട്ടിയും അതുപോലെ തന്നെ ഓപ്പോസിഷൻ പാർട്ടിയും ഒരേ എന്താ പറയുക, അല്ലെങ്കിൽ എല്ലാ കാൻഡിഡേറ്റ്സും ഒരേ പ്രോമിസാണ് കൊടുക്കുന്നതെങ്കിൽ പീപ്പിൾസിന് എന്തില്ല, ചോയ്സ് ഇല്ല. അതായത് നിങ്ങളൊരു ഡ്രസ്സ് വാങ്ങാൻ കടയിൽ പോയി, ആ കടയിൽ പോയപ്പോൾ 2 ബ്ലാക്ക് ഷർട്ട് ഉണ്ട്, ഒരു ബ്ലാക്ക് ഷർട്ടിൽ എന്തുണ്ട്, ഒരു ലൈൻ ഉണ്ട്, മറ്റൊരു ബ്ലാക്ക് ഷർട്ടിൽ ലൈനൊന്നുമില്ല, അത് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ 2 ബ്ലാക്ക് ഷർട്ടുകളുള്ളെങ്കിൽ നിങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയല്ലേ, നിങ്ങൾക്ക് അവിടെ എന്തില്ല, ഫെയർ ആയിട്ടുള്ള ചോയ്സ് ഒന്നുമില്ല, അതിലൊന്നും സെലക്ട് ചെയ്ത് വരാം. ഈ അവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാവാറ്. ഓക്കെ, പീപ്പിൾസിന് എന്തില്ല, ഫെയർ ആയിട്ടുള്ള ചോയ്സ് ഒന്നും ഇല്ല. എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഏകദേശം സിമിലർ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. ദെൻ സ്മോളർ പാർട്ടീസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ്സ് സഫർ എ ഹ്യൂജ് ഡിസ്അഡ്വാൻറ്റേജ്. ചെറിയ പാർട്ടികളും അപ്പോൾ തന്നെ ചില ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ കുറേ അധികം ഡിസ്അഡ്വാൻറ്റേജസും ഫേസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ബിഗർ പാർട്ടീസ് ചിലപ്പോൾ എങ്കിലും ഡോമിനേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഓക്കെ, analyze the effects of dynastic politics on Indian democracy. Discuss the impact of money power on Indian elections. നമ്മൾ ഇവിടെ ഓൾമോസ്റ്റ് 37 ക്വസ്റ്റ്യൻസ്, അതിൽ ഓൾമോസ്റ്റ് ഓരോ ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് വായിക്കുക, കൃത്യമായിട്ടും ടെക്സ്റ്റ് ബുക്കും വായിക്കുക. ബിക്കോസ് ഇത് 1 ഷോട്ട് റിവിഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാ പോയിൻറ്റ്സും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലും എന്ത് ജസ്റ്റ് നോട്ട് ചെയ്യുക. അതിനുശേഷം ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒക്കെ മക്കളൊന്ന് ഫൈൻഡ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ടോപ്പിക് ബേസ് ചെയ്തുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ തന്നെ ഉണ്ടാവും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ദെൻ ദ ലാസ്റ്റ്
slide of this chapter. These challenges are not just confined to our country in India, but there are many other countries as well which are facing the same problem in democratic country like ours. Therefore, citizens, social activists and organizations have been demanding reforms in the electoral system. അപ്പോൾ ഈ ചാലഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമുള്ള പല എന്താ പറയുക ഇൻഡിപെൻഡൻറ്റ് നാഷൻസിലും അതേപോലെ തന്നെ പല ഡെമോക്രാറ്റിക് നാഷൻസിലും എന്തുണ്ട് ഈ ഒരു കൈൻഡ് ഓഫ് ചാലഞ്ചസ് ഇപ്പോഴും ഫേസ് ചെയ്യുന്നുണ്ട്. അവിടേക്ക് എന്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ആക്ടിവിസ്റ്റുകളും അപ്പോൾ തന്നെ ഇതുപോലുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകളും ഓർഗനൈസേഷൻസൊക്കെ എന്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്? ഇലക്ടോറൽ സിസ്റ്റം റീഫോം ചെയ്യണം. ഇലക്ടോറൽ സിസ്റ്റത്തിലുള്ള ഈ പോരായ്മകളൊക്കെ എന്ത് ചെയ്യണം? റീഫോം ചെയ്ത് ഒഴിവാക്കണമെന്ന് അവർ ഡിമാൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എടുക്കാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്? യെസ് സാർ, അവരുടെ റൂളിംഗ് മോശമാണെങ്കിൽ റൂളർക്കെതിരെ കേസ് കൊടുക്കാമോ? നമ്മൾക്ക് റൂളിംഗ് മോശമാണ്, അതായത് അവർ കറപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ് അവരെന്ത് ചെയ്യുന്നില്ല, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. റൂളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിനായ് ചെയ്യപ്പെട്ടതായിരിക്കാം. അപ്പോൾ അവരുടെ റൂളിംഗ് മോശമാണെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നമുക്ക് കിട്ടേണ്ട റൈറ്റ്സ് ഡിനായ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട പ്രിവിലേജസ് ഡിനായ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട സംവരണങ്ങളോ അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളോ ഡിനായ് ചെയ്യപ്പെട്ടു. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കേസ് ഫയൽ ചെയ്യാം. ഓക്കെ, യെസ് നമ്മളെന്തായാലും ടോപ്പിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യട്ടെ മക്കളെ. യെസ്, എന്തായാലും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പോൾ എന്തായാലും മക്കളെല്ലാവരും പവറായിട്ട് കൂടെ ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് ദ ക്ലാസ്. ഐ ആം വെരി ഹാപ്പി ബിക്കോസ് നമ്മളെന്താ പറയുക സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന കൗണ്ട് ജസ്റ്റ് ഒരു വേരിയേഷൻ സംഭവിച്ചെങ്കിലും ഓൾമോസ്റ്റ് ആ ഒരു കൗണ്ടിൽ തന്നെ മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. കിളിയെ പാടൂ, ഞാൻ പാടുണ്ടല്ലോ, അപ്പോൾ കിളിനെ കൊണ്ടുവരും അടുത്ത ക്ലാസ്സിൽ പാടിക്കട്ടാ. ഏത് കിളിയാടാ? മരം കൊത്തി കിളി മതിയാ? യെസ്, അപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം നമുക്ക് എന്ത് ചെയ്യണം? വൈൻഡപ്പ് ചെയ്യണം അല്ലേ? യെസ്, അപ്പോൾ എന്താ പറയുക, എനിക്ക് നല്ലൊരു പാട്ടൊക്കെ അറിയായിരുന്നു, പക്ഷെ മറന്നുപോയടാ. ഓക്കെ, എന്തോ പാട്ടൊക്കെ അറിയായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ തൽക്കാലം നമുക്ക് മക്കൾക്ക് പ്രോമിസൊക്കെ തന്നുകൊണ്ട് ഞാൻ 2 വരി പാടുന്നു. മക്കൾ ആ ഒരു കളിയൊക്കെ എടുത്തു. എന്തോ പാടാ? യെസ്, എല്ലാവരും മൈക്ക് ഇത് ഓക്കെ. വട്ടപ്പൊക്കെ വീട്ടിൽ പോയി തിന്നാ, അപ്പോൾ വട്ടപ്പൊന്നുമില്ല. യെസ്, വട്ടപ്പാട്ടൊക്കെ വേണമെങ്കിൽ പാടായിരുന്നു. യെസ്, പാടണേ, ലാസ്റ്റാണ് മക്കളാരും ഇറങ്ങി ഓടരുത്. മക്കൾ അടുത്ത ലൈവിലൊക്കെ ഉണ്ടാവണേ. അടുത്ത ലൈവിൽ ഞാൻ പാട്ടൊന്നും പാടില്ല, നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണേ. അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ കുഞ്ചി അമ്മ കുഞ്ചു മക്കളാണ്, 5-ാമനോമന കുഞ്ചുവാണ്, പഞ്ചാര വിട്ടു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചുവെന്ന പേരു വന്നു. വഞ്ചിയിൽ പഞ്ചാര ചാക്കു വെച്ച് ഇഞ്ചി കഴിച്ചു തുഴഞ്ഞു കുഞ്ചു, പഞ്ചാര കുഞ്ചുവെന്ന പേരു വന്നു. ഫയറൊന്നും വരുന്നില്ല, സീനാണോ? യെസ്, അപ്പോൾ കുഞ്ചി അമ്മയ്ക്ക് 5 മക്കളാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലേ? യെസ്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സോങ്ങാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മക്കൾക്കൊക്കെ പാടിക്കൊടുക്കുന്ന സോങ്ങാണ്. യെസ്, കുഞ്ചമ്മക്ക് 6 മക്കളായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല. 5 മക്കളായപ്പോഴാണ് ഞാൻ അവസാനമായിട്ട് കണ്ടത്. യെസ്, അപ്പോൾ 5-ാമത്തെ കുട്ടീനെ കാണാനൊക്കെ ഞാൻ പോയിരുന്നു. 6 മക്കളായത് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും 5 മക്കളെന്നുള്ള നിലവിൽ എൻ്റെ അറിവിലുള്ളത് അറിയാലടാ. ഓക്കെ, അപ്പോൾ കുഞ്ചമ്മക്ക് 5 മക്കളാണ്. 5-ാമൻ ഓമന കുഞ്ചു ആണ്. കുഞ്ചു എന്ത് ചെയ്തിരുന്നു? പഞ്ചാരൊക്കെ വിറ്റ് നടന്നിരുന്നു. പഞ്ചാര കുഞ്ചു എന്നുള്ള പേര് വരാൻ കാരണം അതാണ്. പക്ഷേ അതൊന്നല്ല നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ പഠിക്കേണ്ടത് എൻ്റെ ബാക്കിലുള്ള സ്ലൈഡും ഞാൻ എടുത്ത ക്ലാസ്സുമാണ്. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് മുതൽ കുഞ്ചമ്മക്ക് 5 ആണോ 6 ആണോ മക്കൾ, 5-ാമത്തത് എപ്പോൾ ഉണ്ടായി, 4 മക്കളെന്ന് ചോദിച്ച് നടക്കേണ്ട. അപ്പോൾ തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എല്ലാ മക്കൾക്കും ഓക്കെ ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ഫയർ ഇടുക. അതുപോലെ തന്നെ ആഫ്റ്റർ ദ ലൈവ് സെഷൻ വാട്ട് യുവർ ഒപ്പീനിയൻ അബൌട്ട് അവർ ക്ലാസ് ജസ്റ്റ് എന്ന് ചെയ്യാം മക്കൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തൽക്കാലം ഇനി പാട്ടൊന്നും പാടാൻ പറയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും നന്നായിട്ട് കിടന്നുറങ്ങുക. ഓക്കെ, അപ്പോൾ വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ലൈവ് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. യെസ്, സെറ്റാണ്. യെസ്. ഓക്കെ അല്ലേ? ഓക്കെയാണ്, അതാണ്, അത് മതി. അപ്പോൾ നന്നായിട്ട് പഠിക്കുക മക്കളെ. ഏറ്റവും പ്രധാനപ്പെട്ടത് ആ കാര്യം തന്നെയാണ്, നന്നായിട്ട് പഠിക്കുക. ഓരോ ടോപ്പിക്കും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാം? യെസ്, പാട്ടേ പഠിക്കുള്ളൂ, അതാണ്. യെസ്, അപ്പോൾ തൽക്കാലം അതിൻ്റെ പേയാണ്. താങ്ക് യു. ഓൾ ഗുഡ് നൈറ്റ്, ബൈ.